ഒരു ചായ കുടിച്ചാലോ? എല്ലാവരും ചായ കുടിച്ചോ? ഇല്ല. ചായ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സാധാരണ ഞാൻ ലൈഫിൽ കേൾക്കുന്ന ഏറ്റവും സന്തോഷമുള്ള ചോദ്യമാണ് ഒരു ചായ കുടിച്ചാലോ എന്നുള്ളത്. കാരണം ദേഷ്യം വന്ന ചായ കുടിക്കും, സങ്കടം വന്ന ചായ കുടിക്കും, സന്തോഷം വന്ന ചായ കുടിക്കും, ഒരു കഥ പറയണ ചായ കുടിക്കും. ചായ ഇല്ലാതെ ഒന്നുമില്ല. ടീ ബോർഡിൻ്റെ ആധികാരികമായി സംസാരിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. നമ്മുടെ രാജ്യത്ത് ഈ ചായ എത്ര തരമുണ്ട്, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താ, എത്രത്തോളം എക്സ്പോർട്ട് ഉണ്ട്, അതിൻ്റെ ഒരു വാണിജ്യപരമായൊരു വലിപ്പം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാന ഉൽപ്പന്നമാണ് ചായ. ലോകത്ത് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ചായ, എന്നാൽ വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്ന ബിവറേജാണ് ചായ. സോ അത്തരത്തിലുള്ള ചായ നമ്മുടെ നാട്ടിലുണ്ടാവണമെന്നുള്ളതൊരു വലിയ കാര്യമാണ്. 1823 റോബർട്ട് ബ്രൂസ് അസാം വാലിയിൽ നിന്ന് ഈ ചെടി കണ്ടെത്തുമ്പോൾ അതുവരെ നമ്മളിൽ പലർക്കും അറിയില്ലായിരുന്നു ഈ തേയിലച്ചെടി ഇന്ത്യയിൽ ഇൻഡിജീനിയസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അവിടെയുള്ള ചില ട്രൈബൽ ആളുകൾ വേറെ ഏതോ രീതിയിൽ ആ ഇല ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 6,35,000 ഹെക്ടർ ഭൂമിയിൽ തേയില കൃഷി ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും 1300 മില്യൺ kg തേയില ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ വെറും 256 മില്യൺ kg മാത്രമാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. ബാക്കി നമ്മുടെ രാജ്യത്ത് നമ്മൾ കുടിച്ചു തീർക്കുക തന്നെയാണ്. ചായ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരു വികാരം തന്നെയാണ്, നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ചായ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും 4 സ്ഥലങ്ങളിലെ ചായയ്ക്ക് ഏറെ പ്രത്യേകതയുണ്ട്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയ ചായയാണ് ഡാർജിലിംഗ് ചായ, അസാം ഓർത്തഡോക്സ് ചായ, നമ്മുടെ നീലഗിരി ഓർത്തഡോക്സ് ചായ, അതേപോലെ ഹിമാചൽ പ്രദേശിലുള്ള കാംഗ്ര ചായ. ഈ ചായകൾ നോക്കൂ, ഇത് ഒരേ തേയിലച്ചെടി തന്നെയാണ്. വിവിധ ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ വരുമ്പോഴേക്ക് ഈ ചായയ്ക്ക് അതിൻ്റേതായ രുചിയും ഗുണവും മാറ്റങ്ങളും സംഭവിക്കുകയാണ്. സോ ഒരു ചെടി ഓരോരോ ജോഗ്രഫിക്കൽ ക്ലൈമറ്റിലും വരുമ്പം വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ജോഗ്രഫി ഇൻഡിക്കേഷൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ ഒരു തനതായ ഗുണം അവിടെ നിന്ന് വരുന്ന ചായയ്ക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് കൂടാതെ മറ്റ് പല സ്ഥലങ്ങളിലും ചായ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ചായ ഇന്ത്യയുടെ ഒരു അഭിമാനം തന്നെയാണ്. ഈ 4 ചായകൾ നമുക്കറിയാം. നമ്മുടെ ഇടുക്കിയിൽ, മൂന്നാറിൽ, വയനാട്ടിൽ എല്ലാം ചായയുണ്ട്. ഈ ഓരോ ചായയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. എൻ്റെ ഇഷ്ടമായിരിക്കില്ല മേഡത്തിന് ചായ കുടിക്കുമ്പോൾ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് പാൽ ചായ, നല്ല പാലൊഴിച്ച് നല്ല കടുപ്പത്തിലൊരു ചായ, ഇതാണ് നമുക്കിഷ്ടം. പക്ഷെ എല്ലാവർക്കും അതേ ചായ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു ലൈറ്റ് ഫ്ലേവറുള്ള നല്ല മണമുള്ള ചായ ആയിരിക്കും ചില ആളുകൾക്ക് ഇഷ്ടമാവുക. അതും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഏത് വിധത്തിലുള്ള ചായ വേണമെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി ചായയുടെ ടൈപ്പിനെ പറ്റി മാം ചോദിച്ചു. ചായ നമുക്ക് വളരെ ഈസി ആയിട്ട് 2 തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്സിഡേഷൻ നടന്ന ചായയും ഓക്സിഡേഷൻ നടക്കാത്ത ചായയും. ഞാൻ ഈ പറയുന്ന ചായകളെല്ലാം തന്നെ കമേലിയ സൈനൻസിസ് എന്നുള്ള ബൊട്ടാണിക്കൽ നാമമുള്ള ഒരു ചെടിയിൽ നിന്നുണ്ടാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദന രീതികളിൽ വരുന്ന മാറ്റം മാത്രമാണ് ഈ വ്യത്യസ്ത പേരുകളിലേക്കും രൂപത്തിലേക്കും ഭാവത്തിലേക്കും ഇതിനെ മാറ്റുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളാകുമ്പം പഠിച്ച പോലെ ആപ്പിൾ കടിച്ചാൽ നിറം മാറുന്ന പ്രക്രിയ, അതാണ് ആ രാസപ്രക്രിയയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ നടന്ന ചായനെ നമ്മൾ സിമ്പിളായിട്ട് ബ്ലാക്ക് ടീ എന്ന് വിളിക്കും. അതിൽ 2 തരമുണ്ട് ബ്ലാക്ക് ടീ. CTC ചായ നമ്മൾ പലവരും വീട്ടിൽ വാങ്ങുന്ന പാക്കറ്റിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും CTC ഡസ്റ്റ് എന്നുള്ളത്. ക്രഷ്, ടിയർ, കേൾ, അതാണ് CTC. അരയ്ക്കപ്പെടുന്നതിലെ അരക്കിയാണ് അവിടെ ചെയ്യുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാൻ നമ്മൾ സമ്മതിക്കുകയും അത് ഉൽപ്പാദിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയ്ക്കുന്ന രീതി ആകുമ്പോഴാണ് നമുക്ക് CTC ചായ കിട്ടുന്നത്. അതേ സ്ഥാനത്ത് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് ടീ ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അവിടെ ഇലേനെ നമ്മൾ റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. റോൾഡ് ടീസാണ്. ഇല ആസറ്റ്സ് നമ്മൾ റോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓർത്തഡോക്സ് ടീ കിട്ടുള്ളൂ. തേയിലേൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇല, എത്രത്തോളം നല്ല ഇല നമ്മൾ പ്ലക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഫാക്ടർ. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സിൽവർ ടിപ്സ്. യെസ്, അതൊരു ടൈപ്പാണ്. അത് ഞാൻ പറയാം. അപ്പോൾ ഈ നല്ല ഇല എന്ന് പറയുമ്പോൾ 2 ഇല തിരി, ഇപ്പോൾ ടീ ബോർഡിൻ്റെ ലോഗോ തന്നെ നിങ്ങൾ കണ്ടാൽ അറിയാം, 2 ഇല തിരിയാണ്. അതാണ് ക്വാളിറ്റി ലീഫ്. അതിലാണ് ഏറ്റവും കൂടുതൽ പോളിഫിനോൾ കണ്ടൻസ് ഉള്ളത്. അതുകൊണ്ടാണ് ആ ഇല വേണം. ഓർത്തഡോക്സ് ചായ എന്ന് പറഞ്ഞാൽ ആ ഇലയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം അതേ നമുക്ക് റോൾ ചെയ്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പടി മുന്നിലാണ് ഓർത്തഡോക്സ് ചായ. പേരുമാരി തന്നെ ഓർത്തഡോക്സ്, പഴയ കാലത്തുള്ള ചായയാണ്. ബ്രിട്ടീഷുകാർ ഓർത്തഡോക്സ് ചായയാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നതും. ഇതാണ് ബ്ലാക്ക് ടീയിലെ 2 കാറ്റഗറി. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ നോൺ ഓക്സിഡേഷൻ,
ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നാച്ചുറലായിട്ട് തേയിലയിൽ സംഭവിക്കും. ഇല നുള്ളിക്കഴിഞ്ഞാൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ശരിക്കും. പക്ഷേ അതിന് കാരണമായ ഒരു എൻസൈമിനെ നമ്മൾ തുടക്കത്തിൽ തന്നെ അടിച്ചമർത്തി. വേണ്ട, നീ പണി എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായി? അവിടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നിൽക്കപ്പെട്ടു. അതിലുണ്ടാവുന്ന തരം ചായകളാണ് ഈ ഗ്രീൻ ടീ, വൈറ്റ് ടീ എന്നൊക്കെ പറയുന്നത്. അവിടെ ഓക്സിഡേഷൻ നടന്നിട്ടില്ല. ഗ്രീൻ ടീ എന്ന് പറയുന്നത് വളരെ ആ ടെൻഡർ ലീഫ് മാത്രമേ അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ ഓക്സിഡേഷൻ നടക്കാതെ എന്താണോ ഇലയിൽ ഉണ്ടായിരുന്ന പോളിഫിനോൾസ്, ആ പോളിഫിനോൾസ് അതേ രൂപത്തിൽ ചായ ഇലയിലേക്ക് പ്രിസർവ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. വൈറ്റ് ടീ അതിലും കേമനാണ്. അതിൻ്റെ ബഡ് മാത്രം എടുത്ത് സൺഡ്രൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈറ്റിൻ്റെ ചോട്ടിലിട്ട്, വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്ന ചായയാണ് വൈറ്റ് ടീ. അതിന് സിൽവർ ടിപ്സ് എന്നൊരു പേരൂടെ ഉണ്ട്. കാരണം ഇതിൻ്റെ മേലെ ഹെയർസ് ഉണ്ടാവും. ഈ ഇലയുടെ താഴെ ഇങ്ങനെ നല്ല ഹെയർസ് ഉണ്ടാവും. ഇത് ഡ്രൈ ആകുമ്പം സിൽവർ കളറിൽ വരും. അതുകൊണ്ടാണ് ഇതിന് സിൽവർ ടിപ്സ് എന്ന് പറയുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചായയാണ്. അതിലും പോളിഫിനോൾ കണ്ടൻസ് വളരെ കൂടുതലാണ്. സോ ബ്രോഡ്ലി നമുക്ക് ചായേനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? ഈ ചായകളിലൊക്കെ നമ്മൾ മറ്റ് പലതും ഇൻഫ്യൂസ് ചെയ്തിട്ടും, ഈ പറഞ്ഞ പോലെ കെമലിൻ ടീ, ജാസ്മിൻ ടീ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ വകഭേദങ്ങളാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ചായ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. അനീസാറിലേക്ക് വരാം. നിങ്ങൾ ചായക്കടക്കാരനാണല്ലോ. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്താലേ ഒരു ചായയുടെ ഒരു ഭയങ്കര എസ്തെറ്റിക് ഫോട്ടോ ഒക്കെ കണ്ടാൽ നമ്മൾ ചായ കുടിച്ചെങ്കിലും ഒരു ചായയും കൂടെ കുടിക്കാൻ തോന്നും. ഒരു ചായക്കടയിൽ വന്നിരുന്ന്, അതും നമുക്ക് ചായ മഗ്ഗിലൊന്നും കിട്ടിയാൽ പറ്റില്ല, ആ പണ്ടത്തെ ഗ്ലാസ്സിൽ ഒരു ബെഞ്ചിലൊക്കെ ഇരുന്ന് ചായ കുടിക്കാനാണ് ഇഷ്ടം. നിങ്ങളുടെ ചായക്കച്ചവടം എങ്ങനെയുണ്ട്? ഗുഡ് ഈവനിങ്. എൻ്റെ ചായക്കച്ചവടം എന്ന് പറഞ്ഞാൽ മാഡം പറഞ്ഞത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. എനിക്ക് ആ ഭാഷ എങ്ങനെ നിങ്ങൾക്ക് പറയാമെന്നറിയില്ല. എൻ്റെ കോഴിക്കോട് ഭാഷയിൽ എൻ്റെ വെറൈറ്റി ചായ എന്ന് പറഞ്ഞാൽ അടിച്ചത്, പാല് കൂട്ടിയത്, പാലും വെള്ളം, പാല് കൂട്ടിയത്, മധുരം കുറവ്, മധുരം കൂടുതൽ, പൊടി കുറവ്, പൊടി ജാസ്തി, അങ്ങനെ ഇനിയും പറയുകയാണെങ്കിൽ വെള്ളച്ചായ, പിന്നെ അത് തന്നെ കട്ടനിൽ കലി, അതിപ്പോഴത്തെ ട്രെൻഡിൽ വന്നാണ് കാലി, പിന്നെ അങ്ങനെ പലതരം ചായകളാണ് നമ്മളവിടെ. സുലൈമാനി, ഇപ്പോൾ പുതിയ പേരും വന്നിട്ടുണ്ട്, സുലൈമാനി വന്നിട്ടുണ്ട്, പല പേരുകളും വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ വന്നാൽ ഇതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള എന്താ പറയുക കേൾവി. സത്യം പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരു ദിവസം എൻ്റെ കടയിൽ ഒരൊറ്റ ചായക്കാരനെ ഉണ്ടായിട്ടുള്ളൂ ഇത് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ രാവിലെ നമ്മൾ ഈ പള്ളി കഴിഞ്ഞാൽ ചായ കുടിക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പോൾ ഈ പത്തിരിയും ചായയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാനവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. അയാൾ വന്ന് ഒരു 10-12 പേര് വന്നിട്ട് പറഞ്ഞ്, ഒരാൾ പറഞ്ഞ് വെള്ളം കൂട്ടി ഒന്ന്, വെള്ളം കുറച്ചൊന്ന്, മധുരം കൂട്ടി ഒന്ന്, മുതിർന്ന്. അപ്പം ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാനവിടെ ഇരുന്ന് ഇങ്ങനെ കൗണ്ടർ നോക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ ഗ്ലാസ് എടുത്ത് ഒരു അടി അടിച്ചത്, ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ഒറ്റ ചായ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ വെറൈറ്റി ചായകൾ പ്രത്യേകിച്ച് പറയുമ്പോൾ. പിന്നെ ചായ എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാണ്. മലബാറിൽ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ഗ്രീറ്റിംഗ് എ പേഴ്സൺ. ഓക്കെ, അയാളൊരു എന്താ പറയുക, നമ്മളൊന്ന് എക്നോളജ് ചെയ്തു. ഇപ്പം വീട്ടിൽ നമ്മൾ കയറി പോയാൽ മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതിർന്നവർ വയ്ക്കും, ഈ ചായ കുടിച്ചിട്ടാണോ പോകുന്നത്? ചായ കുടിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടാണോ പോകുന്നതെന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ തരത്തിലുള്ള ചായക്കട. അങ്ങനെയാണ് ഞങ്ങൾ എന്താ പറയുക ചായയെ കാണുന്നത്. ഇപ്പോൾ ചായ സത്യം പറഞ്ഞാൽ ഒരാളുടെ ക്യാരക്ടറിനെ വരെ, എനിക്ക് ബാക്കിയുള്ളൊരു കഥ അറിയില്ല, എൻ്റെ കഥ പറയുകയാണെങ്കിൽ വീട്ടിൽ പോയി ദേഷ്യം പിടിക്കണമെങ്കിലും ഞാൻ ചായ കുടിക്കും, എനർജി വരും. ഇനി വീട്ടിൽ പോയി തല്ലിടാതെ ഇരിക്കണമെങ്കിലും കൂടാതെ ഇരിക്കണമെങ്കിൽ ചായ കുടിക്കും. കാരണം ചായ റിലാക്സും ചെയ്യും, ചായ അപ്പുമാക്കും, പാൽ ചായ. പിന്നെ മാഡം പറഞ്ഞ പോലെ ഒരുപാട് ചായകൾ ഇപ്പം ഉണ്ട്. ഒലോങ് ടീ, കെമോമിൽ ടീ, ഇപ്പം എന്താ പറയുക, നമ്മൾ നല്ലൊരു ചായ കടിച്ചവർക്ക് നല്ലൊരു കൗൺസിലറും കൂടി ആവാം. കാരണം ഈ മനുഷ്യൻ്റെ സ്വഭാവം ശരിക്കും ചായയിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു കെമോമിൽ ടീ രാത്രി കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം, ഉറക്കം കിട്ടും. അതേപോലെ ഈ ഒലോങ് ടീ, വൈറ്റ് ടീ, അതൊക്കെ മൂഡ് എൻഹാൻസേഴ്സാണ്. നമുക്ക് സ്ട്രെസ്സിന്, നമ്മൾ ഇന്നത്തെ ഇതിൽ കുറേ സ്ട്രെസ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനെ കച്ചവടം എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരി അതിൻ്റെ ഒരു കഥ ഉണ്ട്. പിന്നെ ചായയുടെ കോമ്പിനേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം മഴത്ത് കുടിക്കുന്ന ഒരു ചായ, അത് നമ്മൾ സുലൈമാനി ആയിരിക്കും കുടിക്കുക, അതിൻ്റെ കൂടെ കടി. അപ്പോൾ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല. ചായ എന്താ പറയുക, ചായ വലിയൊരു ഒരു കടൽ പോലെയാണ്. പൊതുവെ ഇപ്പം കുറച്ച് ചായക്ക് ഡിമാൻഡ് കൂടുതലാണോ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ? ഇപ്പോഴത്തെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എന്താ അറിയില്ല, വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ കോഫി കുറച്ച്
കൂടുതൽ. കാരണം ഇപ്പം എല്ലാം വരുന്ന കഫേസ് നിങ്ങൾ കാണുകയാണെങ്കിൽ എക്സ്പ്രഷോ എന്നാൽ ചായ കച്ചവടം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമാവർ ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ചായ കൊടുക്കാം. ഓക്കെ, ബ്യൂട്ടിഫുൾ ചായ. പക്ഷേ ഇപ്പോഴത്തെ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാ കോഫി ഷോപ്സിലും പലതരത്തിലുള്ള അങ്ങനെ തിരിച്ച് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് അങ്ങനെ പല വെറൈറ്റി. കോഫി മോശമെന്നല്ല പറയുന്നത്, പ്രത്യേകിച്ച് കോഫി പ്ലാന്റേഴ്സൊക്കെ എൻ്റെ മുന്നിലുണ്ട്. സോ ഐ ഡോണ്ട് വോണ്ട് ടു. പക്ഷേ ചായ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ആളുകൾ ആരും ചായക്കട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുപോലെ, എന്നാൽ കഫേ നടത്തുക എന്ന് പറയുമ്പോൾ ആൾക്കൊരു സ്റ്റേറ്റസ് പോലെ യുനോ. പക്ഷെ അത് സ്റ്റേറ്റസ് മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും എന്താ പറയുക, നമ്മളൊരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ പോകും, റെസ്റ്റോ കഫേ എന്നൊക്കെ നമ്മൾ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി സൂട്ടും കൂട്ടി കുത്തി തിന്ന് വരുമ്പോൾ ഞാനൊക്കെ ആ ഒരു ഇവൻറ്റിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊട്ടടുത്ത് നല്ല പൊറാട്ടയും ചപ്സും കിട്ടുമ്പോഴാണല്ലോ സുഖം കിട്ടുക. അതേപോലെ നിങ്ങൾ എത്ര കോഫി കുടിച്ചാലും എത്ര ഡിസ്കഷൻസ് പറഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നല്ല അടിച്ച ചായ തന്നെ കുടിക്കണം. യെസ് രാമോഹൻ സർ, എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ മൂഡ് സിങ്സ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ചായ കൂടി. അതുകൊണ്ടും കൂടി ഇതൊരു അഡിക്ഷൻ ആകുന്നു തോന്നുന്നു അല്ലേ? ചായ ഇല്ലാണ്ട് നമുക്കൊരു 4 മണിയായ ചായ കിട്ടിയേ പറ്റൂ. ചിലർക്ക് രാവിലേക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടാം, മറന്നു വിടാം. പക്ഷെ 4 മണിക്ക് ചായ ഇല്ലാതെ മുന്നോട്ട് പോത്തൊരവസ്ഥയില്ലേ? അതൊരു തരം അഡിക്ഷനും കൂടി അല്ലേ? ഇപ്പോൾ ഈ ഇവരുടെ നടുക്കിരുന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരെന്നിട്ട് പറഞ്ഞ പോലെ ഒരാൾ ചായ കച്ചവടക്കാരൻ, ഒരാൾ ടീ ബോർഡുകാരി. അതിൻ്റെ ഇടയിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സംവാദങ്ങൾ ഡെമോക്രാറ്റിക് ആവണമെങ്കിൽ നമ്മൾ ഇവർ രണ്ടുപേരെ എതിർക്കണം പോലെ. പക്ഷേ ഇവരെക്കാളൊക്കെ ഭീകരനായ ഒരു ചായ അഡിക്റ്റാണ് ഞാൻ. അപ്പം ഞാൻ അഡിക്ഷണറി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടാക്കിയിട്ടുണ്ട്. അഡിക്ഷണറി, അതിൽ ചായ എന്ന് ആദ്യം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഗതികെട്ട പൊസിഷനിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവരെ എതിർക്കണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ മാഡത്തിനോട് അവിടെ ഞങ്ങളിവിടെ വരാൻ മുമ്പ് ചോദിച്ചു, എന്താ പേടി സ്വപ്നം കളർ? കാപ്പിയാണോ പേടി സ്വപ്നം കളറെന്ന് വെച്ചു. കാരണം ചായയുടെ എതിരാളിയാണല്ലോ കാപ്പി. ഇപ്പോൾ സാറും അത് തന്നെ പറയണേ, കാപ്പി കച്ചവടത്തിൽ നിന്നുള്ള ഇതാണ്. അപ്പം ഞാൻ ഈ ചായ അഡിക്റ്റ് ആയതുകൊണ്ടും പിന്നെ നമ്മുടെ മോഡറേറ്റർ ഇപ്പോൾ എറണാകുളത്ത് ഒരുപാട് ചായ കുടിച്ച് നടന്നിട്ടുള്ളതുകൊണ്ടും ഇതൊരു കോൺസ്റ്റൻ്റ്ലി ഒരു പറയാൻ സന്തോഷമുള്ള കാര്യമാണ്. ഈ അഡിക്ഷൻ ഭയങ്കര. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ തിയാനൈൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡാണ് അതിന്. അപ്പോൾ എനിക്ക് എപ്പോഴും പ്രശ്നമുണ്ട്, ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഒരു രക്ഷയില്ല, എന്തും നമുക്ക് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ വരും. പക്ഷേ നമ്മളപ്പോൾ ഈ എങ്ങനെ അഡിക്ഷൻ ഇല്ലാണ്ടാക്കുന്ന വെച്ചാൽ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് നാട്ടിലെല്ലാം പറഞ്ഞിരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ കാപ്പി കുടിക്കാമെന്നാണ് പറയുക. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയില്ല, ഇപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളത് കാപ്പി പിടിച്ചോ എന്ന് ചോദിക്കും. കാപ്പി പിടിച്ചോ എന്ന് വെച്ചാൽ കാപ്പി പിടിച്ചോ എന്നല്ല അർത്ഥം, ഭക്ഷണം കഴിച്ചോ ചായ. അതിൻ്റെ പിന്നെ കാപ്പി എനിക്ക് തോന്നുന്നത് നമ്മൾ കുട്ടികൾക്ക് അധികം അന്ന് ചായ കൊടുക്കില്ല. എനിക്ക് തോന്നുന്നത് ഭയങ്കര അഡിക്ഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചായയുടെ അഡിക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചായ കറപ്പിനോടാണ് കിട്ടുന്നത്. ഒപ്പിയം സീരിയസ്ലി. അതും ഒരു ഇല എന്തൊക്കെയാണല്ലോ, പൂവും കായൊക്കെയാണല്ലോ. ഞാൻ സീരിയസ്ലി അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കണേ. ഇതിപ്പോൾ കുറച്ച് അപകടങ്ങൾ കുറഞ്ഞ ഒരു ഒപ്പിയായിരിക്കും എന്നാണ് വിചാരിക്കണേ ഈ നിങ്ങളുടെ ചായ. നമ്മളൊക്കെ അഡിക്റ്റാണ്. അത് അഡിക്റ്റാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒന്നാമത്തെ ഒരു അപകടം. അപ്പോൾ നമ്മൾ ഈ ചാരായം നിരോധിച്ചപ്പോൾ ചാരായ ഷാപ്പുകാർക്ക് ജീവിക്കേണ്ടെന്ന് വെച്ച പോലെ ഇവർക്കൊക്കെ ജീവിക്കേണ്ടതെന്ന് ഓർത്ത് നമ്മൾ ചായ കുടിക്കുക എന്നുള്ളൊരു അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഇത് എങ്ങനെ കുറയ്ക്കണമെന്നുള്ളപ്പോൾ ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനോടാണോ അഡിക്റ്റ് അതിനോട് ഭയങ്കരമായൊരു പ്രേമവും അതേപോലെ തന്നെ അതിനോട് ഭയങ്കര ദേഷ്യവും നമുക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഒരു എന്താ പറയുക, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ പോലത്തെ വേറൊരു സാധനം. നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അതിനോട്, ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു ഫ്രെനിമി എന്നൊക്കെ പറഞ്ഞ പോലെ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ എനിക്ക് ഫ്രണ്ട് ആൻഡ് എനിമി, ഫ്രെനിമി, മിത്രു ശത്രു എന്നൊക്കെ പറഞ്ഞ പോലെ സാധനം. അപ്പോൾ ചായ എങ്ങനെ ഞാൻ എന്താ ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതുപോലെ മഹാരാജ സിംഗ് ദ മൈൻഡ് എന്ന് പറഞ്ഞാൽ മഹാരാജി പഠിച്ചു കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ വരും. അപ്പോൾ അതിന് മഹാരാജ സിംഗ് ദ മൈൻഡ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു രോഗമാണ് ശരിക്കും. സിനിമ ഫീൽഡിലൊക്കെ കണ്ടവനുണ്ട്. അപ്പോൾ അതേപോലെ ഈ ചായയുടെ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇതിനെപ്പറ്റി കുറേ പഠിക്കാൻ നോക്കി. അപ്പോൾ അമിതാഭ് ഘോഷിൻ്റെ ഒരു നല്ല ബുക്കുണ്ട്, സ്മോക്സ് ആൻഡ് ആഷസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ഈ ചായയെ കറപ്പായിട്ട് കണക്ട് ചെയ്യണം. അതായത് ചൈന കുറേ കാലം 19-ാം നൂറ്റാണ്ടിൽ ചൈനയുടെ മേലിൽ ഈ ബ്രിട്ടീഷുകാർ കറുപ്പ് യുദ്ധം നടത്തി, ഓപ്പിയം വാർസ് എന്ന് പറയും. അതേപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രിട്ടൻ്റെ കോളനിവൽക്കരണത്തിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് അവരുടെ ചായയോടുള്ള അഡിക്ഷനാണ്. അതൊരു ഞെട്ടിപ്പിക്കുന്ന കണ്ടുപിടുത്തമായിരുന്നു. അതിന് നല്ലൊരു ബുക്ക് ഞാൻ വായിച്ചായിരുന്നു, എംപയർ ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട്, ദ ഏഷ്യൻ ലീഫ് ദാറ്റ് കോൺക്വേർഡ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്, ലോകത്തെ കീഴടക്കിയ ഏഷ്യൻ ഇല. അപ്പോൾ അവരുടെ ഈ എന്താ പറയുക, ഒപ്പിയം വാറ് ബ്രിട്ടൻ ചൈനയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ തേയില കൃഷിക്ക് സാധ്യതയുള്ള രാജ്യങ്ങളിലേക്ക് വൻതോതിൽ കൊളനൈസേഷൻ നടത്തിയതൊക്കെ നോക്കുമ്പോൾ ഇത് ഭയങ്കരമായൊരു
വലിയൊരു ഇതാണ്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് രക്ഷയില്ല. കാരണം നമ്മളുടെ ഒരുപാട് ആളുകൾ ടീ ബോർഡ് ഉദ്യോഗസ്ഥർ മുതൽ ചായക്കടക്കാർ മുതൽ നൂറായിരം കർഷകർ വരെ, ചെറിയ കർഷകർ ഒരുപാടുണ്ടല്ലേ, ചെറുകിട കർഷകരുണ്ട്. പക്ഷേ എനിക്ക് ഇതിനിടയ്ക്ക് മോഡറേറ്ററിനെ പോലെ ചോദിക്കാനൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു ചെറുകിട ചായ കർഷകനെ എനിക്കറിയാം, പുള്ളി ചായ കുടിക്കില്ല എന്ന് പറയുന്നു. അതായത് അതിൽ ഭയങ്കരമായിട്ട് പെസ്റ്റിസൈഡ്സ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പോൾ അത് ഷെമിൻ ചോദിക്കുമായിരിക്കും. എന്നാലും ഷെമിൻ്റെ കൂടെ ചായ കുടിച്ച് കിടന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ അതോടൊപ്പം ഇപ്പം എൻ്റെ വീട് മൂന്നാറിലാണ്. എനിക്കിപ്പം മാം കുറേ ചായകൾ പറഞ്ഞു, പക്ഷെ എനിക്ക് മൂന്നാറിലെ ചായ കുടിക്കാണ്ട് ഉറക്കം വരില്ല. വേറെ ഏത് കുടിച്ചാലും അത്ര നല്ലതെന്ന് തോന്നില്ല. ഈ ചായക്ക് തേയിലയിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളിൽ നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അടുത്ത ജനറേഷനിൽ പലരും ഡിസേബിൾഡായ കുട്ടികളുണ്ടാകുന്നു. അങ്ങനെ ഒരു വലിയ പരാതിയും ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിലെന്താ സത്യം? അത്രയും വിഷമാണോ അതിൽ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്നത്തെ മാറി വരുന്ന കാലാവസ്ഥയിൽ തേയില കൃഷിയിൽ കെമിക്കൽസ് ഉപയോഗിക്കുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. കാരണം ക്രോപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെയുള്ള രീതിയിലുള്ള ഒരു കെമിക്കൽ പ്രയോഗമൊന്നും തേയിലയിൽ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അതിനൊരു ഞാനൊരു ഇതൊരു കാരണം പറയാം. ഞാൻ പറഞ്ഞില്ലേ, എന്നാൽ പല വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ചായ കയറ്റി അയക്കപ്പെടുന്നുണ്ട്. അത്രയും കെമിക്കൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ചായയാണ് നമ്മുടേതെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾ അത് സ്വീകരിക്കൂ. പിന്നെ ഈ വൻകിട കമ്പനികളൊക്കെ തന്നെ തേയില ബിസിനസ്സിലുണ്ട്. ഇത്രയും കെമിക്കൽ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? കാരണം ചായ ശരിയാണ്, ചായക്ക് അഡിക്ഷൻ ഉണ്ട്, ഇല്ല പറയുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നൊന്നും അല്ലല്ലോ ചായ. സോ അതിൽ എവിടെയോ ഒരു എന്താ പറയുക, ഇല്ല കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അത് വിചാരിച്ച് ഈ പറയുന്ന രീതിയിലുള്ള കെമിക്കൽസിൻ്റെ ഉപയോഗമൊന്നും ചായയിൽ വരുന്നില്ല, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ. കാരണം നമ്മുടെ നീലഗിരീസിലും മൂന്നാറിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പെസ്റ്റ് അറ്റാക്ക് കുറവാണ്. പക്ഷെ നിങ്ങൾ അസാം ബംഗാൾ ബെൽറ്റിലേക്ക് പോകുമ്പം ചൂട് കൂടുതൽ കാരണം ധാരാളം പെസ്റ്റ് അവിടെയുണ്ട്. അതിനെ മാനേജ് ചെയ്യാൻ അവർ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ടീ ബോർഡ് ആവട്ടെ FSSAI ആവട്ടെ തേയിലയിൽ ഒരു പ്ലാൻ പ്രൊട്ടക്ഷൻ കോഡ് ഉണ്ട്. പ്ലാൻ പ്രൊട്ടക്ഷൻ കോഡിൽ നിഷ്കർഷിക്കുന്ന ഒരു ചില കെമിക്കൽസ് മാത്രമേ തേയിലത്തോട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡും FSSAIയും കൂടെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്ന കെമിക്കൽസാണ്. അതിന് അളവും നിശ്ചിതമായിട്ട് പറയുന്നുണ്ട്. വൻകിട തോട്ടങ്ങളെല്ലാം തന്നെ അത് ഒരു പരിധി വരെ, ഞാൻ 100% എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, പരിധി വരെ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങളുടെ നോട്ടങ്ങളിലും ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യവും അതാണ്. ഇതുകൂടാതെ FSSAI റെഗുലർ ടെസ്റ്റിങ്സും ഈ കെമിക്കൽസിൻ്റെ മേലെ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ ഓർഗാനിക് കൃഷിരീതി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പോളിസി. ടീ ബോർഡും അതിൻ്റെ ഭാഗമാണ്. ഓർഗാനിക് കൃഷിരീതി ചെയ്യുന്ന കർഷകർക്ക്, അത് ചെറുകിട കർഷകരാവട്ടെ വൻകിട കർഷകരാവട്ടെ, എല്ലാവർക്കും തന്നെ സബ്സിഡി രൂപത്തിലും, കാരണം ഈ ഓർഗാനിക് കൃഷിയിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ ഇവർക്ക് ക്രോപ്പ് പെട്ടെന്ന് നഷ്ടപ്പെടും. അപ്പം ആ ക്രോപ്പ് ലോസിന് അവർക്ക് ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് സർട്ടിഫിക്കേഷൻ നടത്താനുള്ള സബ്സിഡീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഓർഗാനിക് കൾട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ടീ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. രണ്ടാമതായിട്ട് ഇപ്പം സാറ് പറഞ്ഞല്ലോ, ഒരു ചെറുകിട കർഷകൻ ഇതേമാതിരി ചായ കുടിക്കില്ല പറഞ്ഞു. നമുക്കൊരു സ്റ്റോൾ ഇവിടെയുണ്ട് ടീ ബോർഡിൻ്റെ, പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് നോക്കൂ. അവിടെ നമ്മൾ ചെറുകിട കർഷകരാണ് അവിടെ വന്നിരിക്കുന്നത്. അവർ കർഷകർ എന്നുള്ളത് മാറി എൻ്റർപ്രണേഴ്സായിട്ട് മാറിയവരാണ്. അവർ തന്നെ അവരുടെ തോട്ടത്തിലെ ഇല തേയിലയാക്കി മാറ്റി മാർക്കറ്റ് ചെയ്യണം. പക്ഷെ അവരെ സംബന്ധിച്ച് പരസ്യം കൊടുക്കാനോ നടിമാർ വെച്ച് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റില്ല. സോ ഇത്തരത്തിലുള്ള അവന്യൂസ് ആണ് അവരുടെ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എല്ലാവരും പക്ഷെ അവരാരും സർട്ടിഫൈഡ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം സർട്ടിഫിക്കേഷൻ കോസ്റ്റ് ബെയർ ചെയ്യാൻ ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല. അവരുടെ ഒരു എത്തിക്കൽ വാല്യൂസിൻ്റെ കാരണം കൊണ്ട് ഓർഗാനിക് കൃഷി രീതിയിലേക്ക് മാറി എത്രയോ ചെറുകിട കർഷകർ നമ്മുടെ ഇടയിലുണ്ട്. കെമിക്കൽസിൻ്റെ വില താങ്ങാൻ പറ്റാണ്ട് അത് ഉപയോഗം നിർത്തിയ കർഷകരെയും ഞങ്ങൾക്കറിയാം. കാരണം ഞാൻ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്, കർഷകരായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം അത് കറക്റ്റായിട്ട്. അവരെ കൊണ്ട് 1800 രൂപയാണ് ഇന്ന് പൊട്ടാഷിൻ്റെ വില. അത് ഇടാൻ അവരെ കൊണ്ട് പറ്റണില്ല. കാരണം അത്ര വലിയ ലാഭമൊന്നും കൃഷിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അതേപോലെ പല പെസ്റ്റും. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരതിൻ്റെ ഉപയോഗം നിർത്തി. അത്ര മതി ഞങ്ങൾക്ക് ഈൽഡ് എന്നുള്ള രീതിയിൽ. ഒരു കണക്കിന് ആലോചിച്ചാൽ അത് വളരെ നല്ലൊരു മാറ്റമാണ്. നീലഗിരിയിൽ ഇതൊന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും അല്ല, ഒരു പരിധി വരെ. ഇനി അതും ഞാൻ പറയല. കാരണം തേയിലയ്ക്ക് വളപ്രയോഗം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നമ്മൾ ഈ ഓർഗാനിക് കൃഷി രീതി പറയുന്ന ആളുകൾ പലപ്പോഴും പറയുന്നുണ്ട്, കാട്ടിൽ നിങ്ങൾ വളമിട്ടിട്ടാണോ ഉണ്ടാവുന്നത് ചോദിക്കും. പക്ഷെ തേയിലയെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാട്ടിൽ പഴുത്ത ഇലയും കായും പൂവും മണ്ണിലേക്ക് വീഴും, അത് ഡീകമ്പോസ് ചെയ്യുന്നു, ചെടിക്ക് അത് പിന്നെയും വലിച്ചെടുക്കാൻ പറ്റുന്നു. തേയിലയ്ക്ക് അതല്ല. ഇല നമ്മൾ നുള്ളി കളയുകയാണ്, എടുക്കുകയാണ് പുറത്തേക്ക്. സോ അത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന സാധനം പുറത്തേക്ക് പോകുന്നുണ്ട്, മണ്ണിൽ അത്രയും കുറയുകയാണ്. സോ മണ്ണിൽ റീപ്ലനിഷ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് പല ആളുകളും കൗടങ്ങ്, അതേമാതിരി നമ്മുടെ ആട്ടുംകാട്ടം,
ഈ കോഴി ഫാം നടത്തുന്നതിൻ്റെ അടുത്തുള്ള ആളുകൾ പല സ്ഥലങ്ങളിലും കോഴിക്കാട്ടം കൊണ്ടുപോയിടുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവർ ലാഭത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ്, അവർ എത്തിക്കൽ വാല്യൂസ് ഒന്നുമല്ല പല ആളുകൾക്കും, ലാഭം എന്നുള്ള ഒരു രീതിയിൽ, കാരണം മറ്റേ കോസ്റ്റ് ബെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ പതിയെ 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 അവർ കെമിക്കൽസ് അങ്ങനെയും ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ വലിയ കമ്പനികൾക്കും എന്തൊക്കെ പറഞ്ഞാലും പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി ഇത് ഒഴിവാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് ശ്രമിച്ചു. മാറുന്ന കമ്പനികൾ ഒരുപാടുണ്ട്, ഇപ്പോൾ ഒരുപാട് ഓർഗാനിക് കമ്പനി ലിമിറ്റഡ്സ് വരുന്നുണ്ട്. പക്ഷെ അവരുടെ ബുദ്ധിമുട്ട്, പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ഞാൻ പറയാം. അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. ഒരു വലിയ നമ്മളൊരു 5 ഏക്കറോ അല്ലെങ്കിൽ 50 സെൻറ്റോ കൊണ്ടു കിടക്കുന്ന പോലെയല്ല അവരുടെ. സോ അവർക്ക് പ്രൊഡക്ഷനിൽ പെട്ടെന്ന് വരുന്ന ഇടിവ് എന്ന് പറയുന്നത് അവരുടെ ലാഭത്തിനെ വല്ലാണ്ട് ബാധിക്കും. സോ അത് അവരെ സംബന്ധിച്ച് അതിന് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പറ്റുമോ പറ്റില്ല എന്ന് വെച്ചാൽ അത് പിന്നെ കമ്പനിയുടെ ഇതിനനുസരിച്ചായിരിക്കും. സാറിന് ആഡ് ഓൺ ചെയ്യാനുണ്ട്? മാഡം, സാറ് നല്ലൊരു വടി അവിടെ പൊട്ടിച്ചു. അപ്പോൾ ഒരു ചായക്കടക്കാരൻ എന്നുള്ളതിൽ പ്രത്യേകിച്ച് സാറോട് പറയാനുള്ളത്, നമ്മൾ കൊറോണയും ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ കച്ചു പിടിച്ച് വരുന്നവരാ ചായക്കടക്കാർ. അപ്പോൾ ഞാനത് മറുപടി തന്നില്ലെങ്കിൽ ആകെ സ്വീപ്പാവും. എൻ്റെ മറുപടി പറഞ്ഞുതരാം. മാഡം എൻ്റെ ടെക്നിക്കലൊക്കെ പറഞ്ഞു തന്നു. ചായ നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങൾ മരിക്കേണ്ട സമയവും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചായ കുടിച്ചെന്ന് വെച്ചിട്ട് ആരും മരിക്കില്ല. ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ പലരുടെ മുഖം ആടി ഇങ്ങനെയൊക്കെ കണ്ടു. അപ്പം മനസ്സിലായി ഇത് പണി വരുമല്ലോ. അപ്പോൾ സാറ് വല്ലാത്തൊരു സ്വീപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറയുന്നത് ആയുസായാലും എന്തായാലും പോകും. നിങ്ങൾ ബിരിയാണി കഴിക്കണമെന്ന് വെച്ചാൽ ബിരിയാണിയിൽ നെയ്യ് ഉണ്ടാവും, അതിൻ്റെ എണ്ണ ഉണ്ടാവും, അതല്ലേ ബിരിയാണി ആവുള്ളൂ. പിന്നെ ഓയിൽലെസ് ബിരിയാണി എന്ന് പറയുന്നാൽ നടക്കില്ല. അതേപോലെ ചായൻ്റെ മുകളിൽ നിങ്ങളൊന്നും പേടിക്കണ്ട. ചായയുടെ ചണ്ടി, അതായത് ഈ ഉപയോഗിച്ച സാധനം ചെടിയിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനം, നമ്മളെ വീട്ടിലെ ചെടിക്ക് വള, അത് നല്ല കാപ്പിപ്പൊടി എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിനോ? അല്ലല്ല, അതിൻ്റെ ഒരു ഇതാണ് പറയുകയാണെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കൂടെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ചായ കുടിച്ചോളി. ചായ കുടിച്ചെന്ന് വെച്ചിട്ട് ആരും മരിച്ചു പോയിട്ടൊന്നുമില്ല. ആ സമയമാകുമ്പോൾ നിങ്ങൾ എന്തായാലും പോകും. ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, എൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നിങ്ങൾ ഈ തടിയൊക്കെ കണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് വളരെ നിർബന്ധം കൊണ്ട് ഞാനൊരു ജിമ്മിൽ പോയി. എൻ്റെ ഫാമിലി നിർബന്ധത്തിൽ അന്നത്തോടെ ജിമ്മ് നിർത്തിയാ. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത ത്രെഡ്മില്ലിൽ വളരെ സ്കെലറ്റനായ നല്ല മസിൽ ഫിറ്റായ ഒരാൾ ഇങ്ങനെ ഓടുക. ഒരു അറബ് വംശജ്, ഞാൻ ദുബായിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ മൂപ്പരെ മുമ്പിൽ പിടിച്ചേക്കാൻ എല്ലാം ഇങ്ങനെ പോവാം. പക്ഷേ ഒരു ട്രാജഡി അന്നുണ്ടായി. പുള്ളി പെട്ടെന്ന് കൊളാപ്സായി, അങ്ങനെ മരിച്ചു. അന്ന് ഞാൻ അതോടെ ആ പരിപാടി നിർത്തി. അപ്പോൾ അതിലൊരു മെസ്സേജ് വന്നു വെച്ചാൽ സമയമാകുമ്പോൾ എന്തായാലും പോകും. നിങ്ങൾ തടി കുറച്ചാലും വേണ്ടിയില്ല, കൂട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കണം. നിങ്ങൾ ധൈര്യമായി പോയി ചായ കുടിച്ചോളി. അത് കഴിഞ്ഞ് കുറച്ച് കാപ്പിയും കുടിച്ചോളി. ചിരിക്കാൻ പാടില്ല, പക്ഷേ ആ ഒക്കേഷൻ ട്രാജഡിയാണ്. പക്ഷേ എനിക്കൊരു മെസ്സേജ് ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കാരണം പലരെ മുഖം കണ്ടവരോടെ എനിക്ക് മനസ്സിലായി ഇനി ആ പോണോ ആയിക്കുള്ള എവിറ്റി ചായക്കാരൊക്കെ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ധൈര്യമായി നിങ്ങൾ കുടിച്ചോളി. ഡയറ്ററി ചായ ഇല്ലതാനും അല്ലേ? അതിൽ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബോഡി എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു പരിധി വരെ നമ്മളെല്ലാം അമിതമാവരുതെന്നുള്ളൂ. ചായ ആയാലും ഏതായാലും ഒരു പരിധി വരെ നമ്മളെ ബോഡി തന്നെ അതിനെ ഇത് ചെയ്യും. നിങ്ങൾ ഈ ചായൻ്റെ പിന്നാലെ മാത്രം നടക്കുന്ന എന്തിനാ? നിങ്ങൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സ് അതിലെന്താ ക്യാൻസറസ് ആയ സാധനം നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ സോപ്പ് വെച്ച് കുളിക്കരുത്, ചെറുപയർ വെച്ച് കുളിക്കണം, ഷാമ്പൂ ഇടരുത്, നിങ്ങൾ താളിയൊക്കെ തലയിൽ വെച്ച് പോകണം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചായൻ്റെ കപ്പിൻ്റെ പിന്നാലെ മാത്രം എന്തിനാ ഓടുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഈ ഡയറ്റിന് ഒബ്സസ്ഡ് ആയ ഒരു തലമുറ കൂടി ഉണ്ടല്ലോ ഇപ്പം, ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ ചായ വിൽപ്പനയിൽ എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധറേഷൻ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഡയറ്റ് ഒബ്സസ്ഡ് ആകുന്നത് എനിക്ക് നമ്മളൊക്കെ കച്ചവടം കൂടുന്നുള്ള. കാരണം ഒരു 10 ദിവസം ഡയറ്റ് ചെയ്തിട്ട് ഈ യാദാവിൻ്റെ ചാക്കറിലേക്ക് കാണില്ല, 21ാമത്തെ ദിവസം ഒരു തിന്നൽ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ശമ്പളം കൊടുക്കുന്നവർ എന്തൊക്കെ കൊടുക്കണം. അല്ല 20 ദിവസത്തെ ഫ്രസ്ട്രേഷൻ ആ ഒരു എന്താ പറയുക പൊറാട്ടയിലും ബീഫിലും ചിക്കനിലും ഒക്കെ കാണുന്നത്. അപ്പോൾ എനിക്കത് അറിയില്ല. തിന്നുകൊണ്ടല്ല നമ്മൾ അതിനെ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ്റെ എന്താ പ്രശ്നം അറിയാം. അപ്പോൾ ഞാനടക്കം പറയുകയാണ്, വിശന്നാൽ തിന്നുക, പക്ഷെ അത് രാത്രി 11 മണിക്ക് തിന്നും, പിന്നെ നമ്മൾ മൂവ് ചെയ്യില്ല, നേരെ കിടന്നുറങ്ങും. പിന്നെ ഇതിങ്ങനെ എന്താ പറയുക, സ്വിഗ്ഗി സൊമാറ്റോ ഇങ്ങനെ കുത്തിയിരിക്കുകയല്ലേ. സ്ലോ കുക്ക്ഡ് ഫുഡ് കഴിച്ചിട്ടൊന്നും ആർക്കും പറ്റില്ല. അതേപോലെ ചായ ഇപ്പം പറയുകയാണെങ്കിൽ മാഡത്തിന് തന്നെ അറിയാം, മാഡത്തിൻ്റെ ഇതാക്കി പറയല്ല, നമ്മൾ ഇത്രയും നേരം ഒന്നേനു, എന്നാലും ഇപ്പം ലേശം വേറെ നിങ്ങൾ ടീ ബാഗിലിട്ടിട്ട് ഇങ്ങനെ മുക്കിയിട്ട് കുറേ എണ്ണം കൊടുക്കും. അതല്ല ചായ എന്ന് പറഞ്ഞാൽ ആ ബാഗിലിട്ട് ആ ടെമ്പറേച്ചറിൽ വെള്ളം വരെ ആ ഓരോ സ്ഥലത്തും ഓരോ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചായയുടെ ക്വാളിറ്റിയും മാറും. ഇപ്പോൾ മാഡം പറഞ്ഞല്ലോ ആസാമിൽ അവിടെ ഓരോ ടെറൈൻ അനുസരിച്ചിട്ടും ചായ മാറുന്നുണ്ട്. അപ്പം ഡയറ്റിന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കേൾക്കാറുണ്ട്, ഗ്രീൻ ടീ കൂടുതൽ കുടിച്ചാൽ തടി കുറയും. അങ്ങനെ കുറേയാണ് ഞാനൊക്കെ കുറഞ്ഞില്ല. പാൽ ചായ കുടിച്ചാൽ മെച്ചം പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നുണ്ടോ? അത് ഇത് രണ്ടും അല്ല. അപ്പം ഓരോരുത്തരുടെ ബോഡിയുടെ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റ് തീരുമാനിക്കുന്നത് ആ ചായ അല്ല, ഗ്രീൻ ടീ അല്ല, വേറെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ഹ്യൂമൻ ബോഡിയിൽ പല അലർജിക് സാധനങ്ങളുണ്ട്. ചിലവർക്ക് ചായ അലർജി ആയവരുണ്ട്, കഫൈൻ അലർജി ഉള്ളവരുണ്ട്.
മറ്റേ ചായയുടെ വേറെ എന്തെങ്കിലും പോർഷൻ ചിലപ്പോൾ അന്നത്തെ വെള്ളമായിരിക്കും അലർജി. സോ അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുന്നില്ല. ബിസിനസ്സിനൊന്നും ഒരു കുറവില്ല, ചായ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബിസിനസ്സിലെ കുറവില്ല മാത്രമല്ല, ഇവർ രണ്ടുപേരും മിണ്ടാതിരിക്കുന്ന ഒരു സാധനമുണ്ട്, കൊമ്പുച്ച. നമ്മളാരും കുടിച്ചിട്ടില്ല, ഷെമിൻ ചിലപ്പോൾ കുടിച്ചു കാണും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കളൊക്കെ കുടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അവരത് കുടിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. പുറത്തു പോയി കുടിക്കും കൊമ്പുച്ച. അതൊരു ഫെർമെൻറ്റഡ് കട്ടൻ ചായയാണ്. അതിപ്പോൾ ഈ കൊറിയൻ ഡ്രാമ കണ്ട് കൊറിയയിൽ നിന്ന് വന്നിട്ടുള്ള സാധനമാണ്. പക്ഷേ അത് കട്ടൻ ചായ ആണെങ്കിലും കൊറിയൻ റെസിപ്പി അല്ലെങ്കിൽ ചൈനീസ് റെസിപ്പി ആണെങ്കിലും ഇപ്പം നേമത്തൊക്കെ അതിൻ്റെ ഫാക്ടറി ഉണ്ട്. ഇന്ത്യ വലിയൊരു ടീ പ്രൊഡ്യൂസിങ് കൺട്രി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ കൊമ്പുച്ച ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് മാഡത്തിന് കൂടുതൽ പറയാൻ പറ്റുമോ? അവർ മിണ്ടാണ്ടിരുന്ന കാരണം കച്ചവടം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം കൊമ്പുച്ചയെ പറ്റി പറയാറുണ്ട്. കൊമ്പുച്ച ഹോട്ടലിൽ കിട്ടും? ഹോട്ടലിൽ കിട്ടില്ല. കുട്ടികൾ കൊമ്പുച്ച ഇവിടെ കിട്ടും നമ്മുടെ സ്റ്റോളിൽ. റെഡിമെയ്ഡ് ആയിട്ട് കുപ്പിയിൽ കടകളിലൊക്കെ കിട്ടും. അല്ലെ നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഇപ്പം കുട്ടികളാണ് അത് മേടിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് പിയർ പ്രഷറിൻ്റെ പുറത്ത് കൊമ്പുച്ച കുടിച്ചില്ലെങ്കിൽ നമ്മുടെ വാളയൊക്കെ ഊരിപ്പോകുന്നുള്ള മട്ടിൽ അവർ കുട്ടികൾ കുടിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും കണ്ടമാനം കൊമ്പുച്ച ഭയങ്കര ട്രെൻഡാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ അതിൻ്റെ ഫിഗേഴ്സ് എടുത്ത് നോക്കി. കഴിഞ്ഞ കൊല്ലം 800 കോടിയാണ് ഇന്ത്യയിലത്തെ കൊമ്പുച്ച. 800 കോടി റുപ്പീസ്, ക്രോർ റുപ്പീസിലെ മാർക്കറ്റ്. അത് 2030 കൂടി അതിൻ്റെ ഇരട്ടിയിലധികം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും കുറെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അല്ല, പൊതുവേ കടയിൽ കൊടുക്കാൻ പറ്റില്ല അല്ലേ? ട്രഡീഷണൽ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നില്ല. ഞങ്ങൾ ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അടിച്ചതും പിടിച്ചതും മറിച്ചതും തിരിച്ചും ഒക്കെ. അതെ അതെ, അത് ഇപ്പോഴത്തെ മോഡേൺ വേ ഓഫ് ചായയുടേതാണ്. അതെ, സോഷ്യൽ മീഡിയക്ക് എന്തൊക്കെ പറഞ്ഞാലും ചായയുടെ പുറത്തും ഒരു അധികാരമുണ്ട്, ഇല്ല പറയാൻ പറ്റില്ല. നമ്മൾ ബബിൾ ടീ, മാച്ച, കമ്പൂച്ച അങ്ങനെയുള്ള പല പേരുകളും കേൾക്കുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ സാറ് പറഞ്ഞൊരു പോയിന്റിൽ ഈ ഡയറ്റും ചായയും ഹൈലി കണക്റ്റഡ് ആണ്. കാരണം ഈ ഗ്രീൻ ടീ ആണ് അതിൻ്റെ ആള്. ഗ്രീൻ ടീ കുടിച്ചാലും മെലിയും എന്നുള്ളത് കാരണം, പക്ഷേ അത് പ്രൂവനാണ്. അതിന് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് മാത്രം മെലിയെന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം ഫാറ്റ് ഓക്സിഡേഷന് ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. പ്രൂവൻ പേപ്പേഴ്സ് ഉള്ള കാര്യമാണ്. മെറ്റബോളിസം സ്പീഡപ്പ് ചെയ്യാൻ ചായക്ക് സാധിക്കും. സോ അത് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയില്ല. പക്ഷേ ജീവിതശൈലിയും അതിനനുസരിച്ച് മാറിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഗുണം വരുന്നുള്ളൂ. കമ്പൂച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിലും കമ്പൂച്ച ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇപ്പോൾ സാധാരണ നമ്മൾ എയറേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ പറയുന്ന യുവതലമുറ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ശരിക്കും കമ്പൂച്ച. ഫെർമെൻറ്റേഷനിലൂടെയാണ് അതിൽ ആ ഫ്രിസിനെസ് നമുക്ക് കിട്ടുന്നത്, അല്ലാണ്ട് എയറേറ്റഡ് അല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് നോക്കുമ്പം മറ്റേതിൻ്റെ ദോഷങ്ങൾ ഇതിന് വരുന്നില്ല. പിന്നെ അതൊരു പ്രോബയോട്ടിക് ആണെന്നുള്ളതും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനെന്താ പറയുക, നമ്മളൊരു മോശമായിട്ട് ഇപ്പോൾ യുവതലമുറ കുടിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ തെറ്റെന്ന് പറയുന്ന കൂട്ടത്തിൽ കമ്പൂച്ചനെയും നമ്മൾ സൈഡ് ലൈൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ സാറ് പറഞ്ഞ കൂട്ട് എനിക്കിഷ്ടം അടിച്ച ചായ വെച്ചാൽ ഞാൻ അതേ കുടിക്കുള്ളൂ. എനിക്ക് കമ്പൂച്ച വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം അത് സ്പെസിഫിക് ഓരോരുത്തരുടെ ഇഷ്ടം, അത്രയും നോക്കാം. പക്ഷെ കമ്പൂച്ച ഒരിക്കലും ഒരു മോശം പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതാണ് എയറേറ്റഡ് ഡ്രിങ്കിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് കമ്പൂച്ച. പൊതുവേ ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ പലരും ഫാക്ടറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല ചായ പൊടി എന്നുള്ളത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്, ഇവിടെ കിട്ടാനില്ല എന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇവിടെയും നല്ല ചായയൊക്കെ കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്തും നല്ലത് പുറത്തേക്ക് പോകണമെന്നുള്ളത് അറിയുന്ന കാര്യം. കാരണം എന്താ വെച്ചാൽ നല്ലതാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പം കമ്പനിക്കാരാണെന്നുണ്ടെങ്കിൽ ലാഭം കിട്ടാൻ പുറത്തേക്ക് പോയാലായിരിക്കുമല്ലോ അവർക്ക് ലാഭം കൂടുക. സോ സ്വാഭാവികമായിട്ട് എക്സ്പോർട്ടിൽ നല്ല സാധനം തന്നെയാണ് പോണത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 256 മില്യൺ kg മാത്രമാണ് പുറത്തേക്ക് പോകുന്നത് ഇന്ത്യൻ ചായ. 1300 മില്യൺ kg ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ബാക്കി അപ്പം നല്ല ചായ ഇവിടെ ഇല്ലേ? ബാക്കി ഇവിടെയുള്ള ചായ മുഴുവൻ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നല്ല ചായ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് എനിക്ക് ഫ്ലേവർഫുള്ളായ ചായ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കില്ല മാഡത്തിന് കടുപ്പുള്ള ചായ ആയിരിക്കും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ടേസ്റ്റ് ഞാൻ തിരിച്ചറിയുക എന്നുള്ളത്. ആ വേണ്ട വൈവിധ്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യ ചായയിലുണ്ട്. അതല്ല, ഇപ്പൊ ഈ ഒരു 4 lakhs വരെ വില വരുന്ന, അതായത് 1 കിലോയ്ക്ക് വില വരുന്ന ചായകളുണ്ട്. ആ ചായ ഇന്ത്യയിൽ സെയിൽ നടക്കുന്നു? തീർച്ചയായിട്ടും നടക്കും. നമ്മുടെ ഇവിടെ ഓപ്ഷൻ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അത് വരുന്നുണ്ട്. നമ്മുടെ ഡാർജിലിംഗ് ചായ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഡാർജിലിംഗ് ഷാമ്പെയിൻ ഓഫ് ടീ എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ മണവും രൂപവും എല്ലാം ലോകത്തിലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ GI പ്രൊഡക്റ്റാണ് ഒരു ചായയാണ്. ഡാർജിലിംഗ് ചായയാണ് ആദ്യമായിട്ട് GI കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടെന്നുള്ള അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ മണവും അതിൻ്റെ സ്വാദും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ കുടിക്കുന്ന ചായേൻ്റെ അത് കുടിച്ചവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഞാനത് എനിക്ക് പറഞ്ഞുതരാം. മസ്കറ്റിയൽ ഫ്ലേവറാണ് അതിനെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ എത്ര വിലയാച്ചാലും അത് കുടിച്ച് വാങ്ങിക്കും. കാരണം ഇതിൽ പണം എന്നുള്ളതും ഒരു ഫാക്ടറാണ്. ഇപ്പം 4 ലക്ഷം രൂപയുടെ ചായ ഉണ്ട്, എല്ലാവർക്കും അത് വാങ്ങി കുടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ചായ ആയിരിക്കും ഞാൻ വാങ്ങി കുടിക്കുക. അതിൽ നല്ലത് കണ്ടെത്തുക എന്നുള്ളതാണ് ശരിക്കും ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സാറ്
സതു അതിൽ ആഡ് ചെയ്യാനുള്ളത് സതു നേരത്തെ ഉദ്ദേശിച്ചത് കേരള കൺസ്യൂമറിന് നല്ല ചായ കിട്ടുന്നില്ല എന്നല്ലേ, ഹൗസ് ഹോൾഡിൽ. അതിന് ഒരു റീസൺ ഞാൻ കണ്ടത്, ചായപ്പൊടി 290 മുതൽ 410 വരെ വില ഉള്ളതുണ്ട്. നമ്മൾ ആൾക്കാർ എന്താ ചെയ്യുക, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സും ഡോമിനേറ്റ് ചെയ്യുന്ന കാലമാണ്. മിഡ് നൈറ്റ് ഓഫർ, വീക്കെൻഡ് ഓഫർ, മൺഡേ ഓഫർ. ആ ഓഫറിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചായപ്പൊടി കിട്ടാത്ത, അല്ലാണ്ട് ചായപ്പൊടി ആരും എക്സ്പോർട്ട് ചെയ്ത് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്, അത് റാക്ക് തന്നെ ഉണ്ട്. ആ 410 ചായപ്പൊടിയുടെ ക്വാളിറ്റി ഒരിക്കലും നിങ്ങൾക്ക് 290 കിട്ടൂല. ഇത് ബൈ വൺ ഗെറ്റ് വണ്ണിൻ്റെ പിന്നാലെ പോവും, ബൈ വൺ സെക്കൻഡ് ഹാഫിൻ്റെ പിന്നാലെ പോവും, ഓഫർ പോവും. അപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഈ കമ്പനീസ് ഒക്കെ ഇവിടെ സർവൈവ്. സി വൈ ആർ ദേ ചാർജിങ് 410? ബിക്കോസ് there is a quality behind it, there's a process behind it. And why is the other selling for 290? അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പം ഇൻഗ്രീഡിയൻസ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ പോയി കൺസ്യൂം ചെയ്യുന്നത് ഏറ്റവും വില കുറവുള്ള സാധനമാണ്. പിന്നെ മാഡം പറഞ്ഞ പോലെ 4 ലക്ഷം റുപ്യൻ്റെയും 3 ലക്ഷം റുപ്യൻ്റെയും ഒക്കെ ചായ ഉണ്ട്. പക്ഷെ നമ്മൾ അടിച്ച ചായൻ്റെ കൂലാവുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മുകളിലൊന്നും പിന്നാലെ വെറുതെ പോകണ്ട. അത് 4 ലക്ഷമൊക്കെ തന്നെ, അത് നേരെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നല്ല 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇരുന്ന് ഒരു സിപ്പ് എടുത്ത് ഇപ്പം എന്താ പറയുക, കള്ളുടിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ പറയല്ലേ ഇന്ന് വീഞ്ഞ് ഇത്ര കുപ്പി, അവർക്ക് പറയത് 4 ലക്ഷം റുപ്യൻ്റെ ചായ. കുടിച്ചിട്ടുണ്ടോ 4 ലക്ഷം രൂപ? ഞാൻ കുടിച്ചിട്ടില്ല. കാരണം എനിക്ക് വെറുതെ ആ 10 റുപ്യൻ്റെ ചായ എത്രത്തോളം കുടിക്കാൻ പറ്റും അത്രത്തോളം കുടിക്കുന്ന ആളാണ്. പിന്നെ 4 ലക്ഷം റുപ്യൻ്റെ ചായ കുടിക്കാൻ വാങ്ങിത്തരാൻ പറ്റിയ ഒരാൾ എൻ്റെ അടുത്ത് അറിയില്ല. എനിക്ക് ആകെ അറിയാം നമുക്ക് ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഇപ്പം മാതൃഭൂമിൻ്റെ MD സാറുണ്ട്, MD സാറ് വീട്ടിൽ പോയാലും പുള്ളിയുടെ തന്നെ നല്ല മിക്സസ് ചായയും കോഫിയും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. മാഡത്തിന് ഭാഗ്യം പറഞ്ഞ പർച്ചേസിംഗ് കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് വാങ്ങാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപയുടെ ഒരു ഗ്ലാസ് ചായ കുടിക്കാം. ഇപ്പോൾ ദുബായിൽ ടീ ഷോപ്പ്, അവിടെ ഒരു ഷോയിൽ പോയപ്പം അവിടെ ഗോൾഡൻ ചായ, പല ചായകളുണ്ടായിരുന്നു. ചെറിയ അതായത് നമ്മളെ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ബ്ലോസമായി വരുന്ന ചായ, ഇതൊക്കെ പലതരം ചായ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളാ ചായൻ്റെ എന്താ പറയുക പരിസരത്ത് പോലും എത്തൂല. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് റിസർച്ച് ചെയ്യാൻ പോയിട്ടില്ല. സാറെന്താ പറയാമല്ലോ? മാഡം നേരത്തെ പറയുന്നുണ്ട്, നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരാൾ ഒരു ദിവസം 4 ചായ കുടിക്കാവുന്നു. അപ്പോൾ അതിനെ പറ്റുന്ന പറഞ്ഞോളൂ. അതുകൂടാതെ ഈ ചായയിൽ ഭയങ്കരമായിട്ട് മായം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എറണാകുളത്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ AC ഓഫീസായിരുന്നു. അപ്പോൾ ഒരു 4 മണി പുറത്ത് പോയിട്ട് ഞാൻ വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മൈലാഞ്ചിയുടെ മണം ഈ ഓഫീസിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു, മൈലാഞ്ചി ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ മൈലാഞ്ചി അപ്പോഴാണ് മനസ്സിലായത്, അടുത്ത ചായക്കടയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ചായയാണ് അവിടെ മേടിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ബ്രാൻഡ് പാലക്കാട് നിന്ന് അത് അതിൻ്റെ മായം പിടിച്ചു എന്ന് കണ്ടു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രധാന മായം മൈലാഞ്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശുദ്ധമായ മൈലാഞ്ചി നമുക്ക് കിട്ടുന്നില്ല. മൈലാഞ്ചി മേടിക്കാൻ പോകുമ്പോൾ നല്ല മൈലാഞ്ചി കിട്ടുന്നില്ല, പക്ഷേ ചായ മേടിക്കാൻ പോകുമ്പോൾ ശുദ്ധമായ മൈലാഞ്ചി അതിൽ ചേർത്തിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ ആ മായമൊക്കെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക. അതുപോലെ നല്ല ചായ എങ്ങനെ ഉണ്ടാക്കുക. നമുക്ക് എല്ലായ്പ്പോഴും വന്നിട്ട് ആദാമിൻ്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് നല്ല ചായ ഉണ്ടാക്കുക? ഒരു ഫേമസ് ടേസ്റ്റർ ആണെന്ന് തോന്നുന്നു, നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചായ ഇടുന്ന കാണിച്ചു തന്നു. അതിൽ 2 സ്പൂൺ പാലാണ് ഒഴിക്കുക. ആ ചായ കുടിക്കുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാനേ പറ്റില്ല. നമുക്ക് 2 സ്പൂൺ വെള്ളവും ബാക്കി പാലും വേണം. അപ്പോൾ ഈ നല്ല ചായ എങ്ങനെയാണ്? ഫസ്റ്റ് ചായയുടെ ഇമ്പോർട്ടൻസ് അതിൻ്റെ വെള്ളം, ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ നമ്മളെല്ലാം ഈ മേക്കപ്പ് ഇടുന്ന പോലെ വാരി വലിച്ചു കൊണ്ടിടും. ശരിക്കുള്ള ബ്ലാക്ക് ടീ അല്ലെങ്കിൽ മിൽക്ക് ടീ ആസ്വദിക്കണമെങ്കിൽ ആ പിഞ്ച് ഓഫ് ടീ ആണ്, അല്ലെങ്കിൽ അതിലാണ് ഫുൾ ഫ്ലേവർ. പിന്നെ അതിനൊരു ടൈമിംഗ് ഉണ്ട്. ആ ഫ്ലേവറിനെ ബേസ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. ഇത് നമ്മൾ തിരക്കിട്ട് പോകുമ്പോൾ കെറ്റിൽ വെള്ളം വെക്കും, എന്നിട്ട് അത് ചൂടാക്കും, എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ സാധനം കട്ട് ചെയ്തിട്ട് 2 മുക്കും. അതല്ല ചായ. നല്ല ചായ ഉണ്ടാക്കണമെങ്കിൽ ആ പൊടി കറക്റ്റ്. ഇപ്പം ഞാൻ പറയുന്നത് 2 to 3 grams ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഓഫ് ഇതിൽ ഹോട്ട് വാട്ടർ, നല്ല ഹോട്ടായിരിക്കണം. അതിലേക്ക് വരുമ്പം ആ ഫ്ലേവറിനെ എന്താ പറയുക ബേസ്റ്റ് ചെയ്യണം. അതായത് ചായ ആ തരി മണി ഉണ്ടല്ലോ, ലീഫ് എന്തായാലും അതിനൊന്ന് വിടരാനുള്ള ഒരു സമയം കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മാഡം പറഞ്ഞ വേർഡ് എനിക്ക് ഓർമ്മയില്ല, ഓക്സിഡേഷൻ വാട്ട് എവർ യു കോൾ ഇറ്റ്, നമ്മൾ പറയും പൊട്ടി അല്ല പെഴുത്ത് എന്ന് പറയും. ആ പൊട്ടാനും പഴുക്കാനും ഉള്ള സമയം കൊടുത്താൽ നല്ലൊരു കട്ടൻ ചായ കിട്ടും. പിന്നെ അതിലേക്ക് പാൽ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് എഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മിൽക്ക്. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് നല്ല എരുമപ്പാലും, പാലിൽ ഏറ്റവും നല്ലത് എരുമപ്പാലാണ്. നമ്മൾ അധികം അങ്ങനെ കുടിക്കാറില്ല. അതുകൊണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഭയങ്കര ഒരു കാരമലൈസ്ഡും ആ പാലിലെ ക്രീം കൊണ്ട് അതൊന്നുകൂടി ടേസ്റ്റ് കൂടും. കട്ടൻ ചായ ഇടാനുള്ള ഏറ്റവും നല്ല കുറച്ച് ചായപ്പൊടി മാത്രം, അതായത് പിഞ്ച് ഒരു ചെറിയൊരു എന്താ പറയുക നമ്മുടെ വിസ്കീൻ്റെ കളറൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കളർ, ആ കളർ കിട്ടാണ് ചായ നന്നാവും. അതിലേക്ക് ഒരു ചെറിയൊരു ഏലക്കായും കൂടി ഇട്ടാലും ഒന്നുകൂടി ശരം. ഈ മുമ്പേ കുറേ കൺസേൺസ് ഒക്കെ പറഞ്ഞെങ്കിലും ചായ കൂടി നിർത്താനൊന്നും ഉദ്ദേശമില്ലല്ലോ. അഡിക്ഷണറി എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ചായയുടെ പേര് എഴുതാൻ വേണ്ടി. കൺസേൺസ് ഇതുപോലെ ഇപ്പം മൈലാഞ്ചിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞു.
അതൊന്ന് പറയാം. ആദ്യ സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞു 4 കപ്പ് ചായ വരെ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ചായയിൽ കഫീൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കപ്പ് ചായ നമ്മൾ കുടിക്കുമ്പോൾ ഏകദേശം ഒരു 30 മുതൽ 60 മില്ലിഗ്രാം കഫീൻ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ട്. ഒരു 4 കപ്പ് ചായ വരെ നമുക്ക് ഒരു ദിവസം പേടി കൂടാണ്ട് കുടിക്കാം. അതിനേക്കാളപ്പുറം അത് നമുക്ക് ഗുണകരമാണ്. ഇതിൻ്റെ മേലെ പോകുമ്പോഴേക്ക് ടോട്ടൽ കഫീൻ കൺസംഷൻ നമ്മളത് കൂടുകയാണ്. അവിടെയാണ് നമ്മൾ ചായ ഒരു പ്രശ്നക്കാർ, ചായ ആയാലും കാപ്പി ആയാലൊക്കെ. കാപ്പിയെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ 30 മുതൽ 60 വരെ എന്നുള്ളത് 90 മില്ലിഗ്രാം വരെയുണ്ട്. കഫീൻ കൂടുതലാണ് കാപ്പിയിൽ. അപ്പം എന്താ പറയുക, നമ്മൾ എത്ര കുടിക്കണമെന്നുള്ളതും പ്രാധാന്യമാണ് ചായയെ സംബന്ധിച്ച്. പിന്നെ അഡൾട്രേഷൻ എന്ന് പറയുന്നത് ചായയിൽ ഇന്നൊന്നരയല്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ 1850 ശേഷം ചായ നമ്മൾ എന്താ പറയുക അത്രയും പ്രചാരം വന്ന സമയത്ത് പോലും ചായയിൽ അഡൾട്രേഷൻ ഉണ്ടായിരുന്നു. അന്ന് ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് സത്യം പറയാച്ച അഡൾട്രേഷൻ വന്നത്. ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചായയിൽ അഡൾട്രേഷൻ ചെയ്യുന്നത്, ലഭ്യത ഇല്ലാഞ്ഞിട്ടല്ല. കപ്പേജ് കൂട്ടുക, അത്രയേ ഉള്ളൂ. കാരണം ഒറ്റ സ്പൂണ് പൊടി കൊണ്ട് 10 ഗ്ലാസ് ചായ എനിക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല അതാണ്. പക്ഷെ നമുക്കൊരു ലേമാൻ എന്നുള്ള നിലയിൽ നമുക്കൊരു സിമ്പിൾ ടെക്നിക്കിലൂടെ നമുക്കൊരു പരിധി വരെ ഈ കളറിങ് കണ്ടുപിടിക്കും. കളറാണ് ഈ പറഞ്ഞ മൈലാഞ്ചി എന്നുള്ള സാറ് പറഞ്ഞൊരു പോയിന്റ് കറക്റ്റാണ്. നല്ല മൈലാഞ്ചി കിട്ടാനില്ല, പിന്നെ ചായക്ക് ആരെങ്കിലും അത് മെനക്കെടുത്തോ? അത് ആക്ച്വലി മൈലാഞ്ചി അല്ല, ആർട്ടിഫിഷ്യൽ കളേഴ്സാണ് ആഡ് ചെയ്യുന്നത്. ടീ വേസ്റ്റിലും മറ്റും, പിന്നെ ഈ പറഞ്ഞ അവരയില, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനായിട്ട്. ഈവൻ നമ്മുടെ എന്താ പറയുക കോക്കനട്ട് ഹസ്ക് എന്ന് പറയില്ലേ, അതിൽ വരെ അഡൾട്രേഷൻ ചെയ്യുന്നുണ്ട്. അതിൽ വരെ കളേഴ്സ് ആഡ് ചെയ്തിട്ട് ചായപ്പൊടിയാന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് സാധാ ഇങ്ങനത്തെ ഒരു ചില്ല് ഗ്ലാസ്സിൽ സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം, ഒരു പിഞ്ച് പൊടി ഇട്ട് നോക്കുക. നിറം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ചായ നല്ലതല്ല, അത് കളർ ആഡ് ചെയ്ത ചായയാണ്. നല്ല ചായ ചുടുവെള്ളത്തിൽ മാത്രമേ കളർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഒരു സിമ്പിൾ ടെക്നിക്ക്, അത് FSSAIൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമ്മൾ കുടിക്കുന്ന ചായ നല്ലതാണോ നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ കളറിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ ടീ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ തന്നെയാണ്. നമ്മുടെ ആരോഗ്യം എന്നതുപോലെ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലാളികളും കർഷകരും തേയില വ്യവസായത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെയും കൂടെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗതികേട്ടിലാക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ. സോ ഏത് തരത്തിൽ നോക്കിയാലും നമ്മൾ തടയിടേണ്ട ഒന്ന് തന്നെയാണ്. ടീ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും FSSAIൻ്റെ ഭാഗത്തുനിന്നും ഇതിനെ മാക്സിമം തടയാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഇത് ജനങ്ങളോട് ഞങ്ങൾക്കുള്ള ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ വീട്ടിൽ കുടിക്കുന്ന ചായ ഒന്ന് ദയവ് ചെയ്ത് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പാക്കറ്റഡ് ടീസിൽ ഇത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ വാങ്ങുന്നത് ലൂസ് ടീസ് വാങ്ങാണ്ട് പാക്കറ്റഡ് ടീസ് ആക്കുക. അതൊരു പരിധി വരെ നമുക്ക് ഈ കളറിംഗ് എന്നുള്ള ഇഷ്യൂ കൺട്രോൾ ചെയ്യാൻ സഹായകരമാവും. ഈ ചായ അഡിക്ഷൻ മുതലാക്കാൻ, അതായത് ഇപ്പോൾ നമ്മളെല്ലായിടത്തും ഈവനിങ്സിൽ രാത്രി 1 മണി 2 മണി വരെയൊക്കെ പലതരം ഐറ്റംസ് അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടല്ലോ. അതിൽ നിങ്ങൾ ഓരോ ദിവസം ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ്? ഈ കടികൾ, സാധാ കടികൾ പോരാ, ഇപ്പോൾ എന്തൊക്കെയോ ഉണ്ട് അല്ലേ? ഇപ്പോൾ ക്വീൻസ് വേയിലേക്ക് കൊച്ചിയിൽ പോയാൽ നമുക്ക് ഓരോ ദിവസം ഓരോ പുതിയത് വന്നുകൊണ്ടിരിക്കും. ബൺമസ്ക അത് കുറച്ചായി അത്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ R&D ശരിക്കും പറയുന്നത് പഴയ സാധനങ്ങളാണ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ക്ലൈമറ്റ് അനുസരിച്ച്, ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ നമ്മൾ മോർ പ്രൊമോട്ട് ചെയ്യുക നല്ല ബോണ്ട, പഴംപൊരി, അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ന്യൂജൻ എന്ന് പറയുന്ന ഒരു ടീമുണ്ടല്ലോ, നമ്മൾ ചായ കുടിക്കാന്ന് ഓരോ കച്ചവടം നല്ല കളയാനും പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ലേശം പഴംപൊരീൻ്റെ ഉള്ളിൽ കുറച്ച് ബീഫ് കൊണ്ട് കയറ്റി അവർ കൊടുക്കും. അപ്പോൾ അത് ന്യൂജനില്ല. അതേപോലെ ഈ ബോണ്ടൻ്റെ മുകളിൽ കുറച്ച് ഇറച്ചിക്കറി അല്ല മട്ടൻ ചാപ്സൊക്കെ ഇട്ട് അതായത് അങ്ങനെ, കാരണം മറ്റേതിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ചായ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഞാൻ പറഞ്ഞത് ആ ടൈമിൽ ആളുകൾക്കാണ്. കാരണം കോഴിക്കോട് സംബന്ധിച്ച് ഒരു രാവിലെയാണ് പാൽച്ചായയുടെ ഡിമാൻഡ് കൂടുതൽ. രാവിലെ വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സുലൈമാനി, മിൻറ്റി, അങ്ങനത്തെ പല വെറൈറ്റിയിലേക്കാണ് പോവാറ്. അപ്പം അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്നാക്സ് നമ്മൾ അങ്ങനെ ഒരു ഡിഫൈൻഡ് അല്ല, പക്ഷെ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പുതിയ ട്രെൻഡ് ഇപ്പം സാർ പറഞ്ഞത് കറക്റ്റാണ്. ഈ ബൺമസ്ക് ഒന്നും നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് അതൊന്നൊക്കെ ദാറ്റ് ഓൾ ഇസ് ഫോർ എ ഷോർട്ട് ടൈം, യുനോ. അതൊരു മടുപ്പ് വരാനുണ്ട്. നേരത്തെ എത്ര പഴംപൊരി തിന്നാലും എല്ലാ സുഖങ്ങൾക്ക് പഴംപൊരി തിന്നാൻ തോന്നും. എന്നുവെച്ചാൽ ബൺമസ്ക് ഒന്ന് തിന്നാൽ ചിലപ്പോൾ ഒരാളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി തിന്നു, പിന്നെ കഴിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് നോട്ട്, അതൊരു വിരുദ്ധ ആഹാരം എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ചായ എൻജോയ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ആ കർമുറുമായിട്ടുള്ള, ഇപ്പം ഇവിടെയൊക്കെ വരുമ്പം രസവട, ബജി അങ്ങനെയൊക്കെ വരുന്ന പോലെ അങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള സ്നാക്സാണ് ഞങ്ങൾ കൊടുക്കാറ്. നാടൻ സ്നാക്സ് എന്ന് പറയുന്ന പലതും ഞാൻ പറഞ്ഞില്ലേ, മറ്റേലേക്ക് പോകുമ്പോൾ മാഡം പറഞ്ഞ പോലെ 4 ലക്ഷത്തിൻ്റെ ചായൻ്റെ പോലെ പോകും. ആസ്വദിക്കാനും പറ്റില്ല, കുടിച്ചിന്നും ആവും, നമുക്ക് തൃപ്തിയാവില്ല. അതുപോലെ കുറേ ഫ്ലേവേർഡ് ടീകൾ വരുന്നുണ്ടല്ലോ.
ഇപ്പം നമുക്ക് എൻ്റെ മനസ്സിൽ തൊട്ട് ഫ്ലേവേർഡ് ആയാൽ നല്ലതല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോള് പോയി എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അതിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ ഭയങ്കര കൂടുതലല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, അതൊരു ഒരു കോമ്പിനേഷൻ. ഫ്ലേവേർഡ് എന്ന് പറഞ്ഞാൽ സുലൈമാനീസിലെ ഫ്ലേവേർഡ് ആൾക്കാർ ഇപ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. ഐ മീൻ ലെമൺ ഗ്രാസ് പോലത്തെ പുൽത്തൈലം, അത് നല്ലൊരു കോമ്പിനേഷൻസാണ്. പിന്നെ നമുക്ക് ഈ ബ്ലൂ പീ ടീ എന്ന് പറയുന്നത് ശംഖുപുഷ്പം, അതൊന്നും കളറല്ല, അങ്ങനത്തെ കുറച്ച് ട്രെൻഡ് വരുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ വാനില, പിന്നെ എന്താ പറയുക ഹേസൽനട്ട് ഒക്കെ സിറപ്സാണ്. പറയുന്നതും ഫ്ലേവർ തന്നെയല്ലേ അല്ലേ? അത് ചായയിലും വരുന്നുണ്ട്. പക്ഷേ ആ ചായയിൽ എത്ര കോഫിയിൽ ഞാൻ മിൽക്കിൽ ഇപ്പം നമ്മൾ സ്റ്റാർബക്സ് കഫേയിലൊക്കെ പോകുമ്പോൾ ഹേസൽനട്ട് പറയുമ്പം ഓക്കെ ഒരു ഇതുണ്ട്. പക്ഷേ ആ ചായയിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്താ പറയുക, ദേ ഡോണ്ട് മാരി ഈച്ച് അതർ എന്ന് ഞാൻ പറയാം. പ്രശ്നം അപ്പോൾ തുടങ്ങും. ആദ്യത്തെ കുടിക്കും നമ്മൾ എന്താ പറയുക, കറക്റ്റ് കപ്പിളെല്ലാം കല്യാണം കഴിച്ചെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ സിപ്പ് തന്നെ പ്രശ്നവും. അപ്പം എപ്പോഴും ആ ഒരു ട്രഡീഷണൽ സാധനമാണ് ഏറ്റവും നല്ല ഫ്ലേവറുള്ളൂ. അത് ശരിയല്ലേ, നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമെങ്കിലും പക്ഷെ നമ്മൾ വിൽ ഗോ ബാക്ക് ടു ദ എങ്ങനെ അങ്ങനെ ഒരുപാട് പരീക്ഷിക്കാറുണ്ടോ ഫ്ലേവേഴ്സ്? ഈ നമ്മൾ ഇങ്ങനത്തെ ഫെയർസിനൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും മിനിമം 10 ചായ ഉണ്ടാവും. ശംഖുപുഷ്പം മുതലെല്ലാം ഉണ്ടാവും. അത് പരീക്ഷിക്കാറുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളത് തിരിച്ച് പോകും. പക്ഷെ ഞാനെപ്പോഴും ചെറുപ്പത്തിൽ കാപ്പി കുടിച്ച് വളർന്നിട്ട് വലുതാകുമ്പോൾ ചായ അഡിക്റ്റ് ആയെന്നായിരിക്കും എനിക്കൊരു ഉള്ളിലൊരു ഒരു വലിയ കോൺട്രഡിക്ഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ കാപ്പി ഉപേക്ഷിച്ചോ, കാപ്പി എന്ത് കരുതും നമ്മളെ പറ്റി, അത് നമ്മൾ ആലോചിക്കും. അപ്പോൾ നിങ്ങൾ കർഷകരുടെ കാര്യങ്ങൾ നോക്കണമല്ലോ, തേയില കർഷകരുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ രണ്ടും അത്യാവശ്യം നല്ലതായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചായയും കാപ്പിയും തമ്മിലുള്ള ശത്രുതയെ പറ്റി എന്താ പറയണേ? ശത്രുത എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പറഞ്ഞാണ്. അതായത് ഇപ്പോൾ ഈ സാറ് പറഞ്ഞു മറ്റേ സ്റ്റാർബക്സിൻ്റെ കാര്യം പറഞ്ഞു, കോസ്റ്റ കോഫി, അങ്ങനത്തെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇത് ചായക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെന്താ അങ്ങനെ, അത് ഇന്നോവേറ്റീവ് ആലോചിച്ചൂടെ? കാരണം ഈ വളരെ അപ്പർ ക്ലാസ് സാധനം എന്നുള്ളൊരു ഇമേജ് കാപ്പിക്കുണ്ട്. അപ്പോൾ അത് കാപ്പിൻ്റെ വിജയവും സ്റ്റേറ്റസ് കോ. അപ്പോൾ വലിയ മാസ് കൺസംഷൻ ചായക്കാണ്. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം അതിലേക്ക് പോകാതിരുന്നാണോ ഇന്നോവേഷൻ? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 4 ലക്ഷത്തിന് ചായ കുടിക്കണമെങ്കിൽ നമ്മൾ ആളെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ സ്റ്റാർബക്സിൻ്റെ കോഫി ഇറ്റ്സ് എ പ്രീമിയം പ്രോഡക്റ്റ്. ചായ അങ്ങനെ പ്രീമിയം. ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് അങ്ങനെ ഒരു ചെയിനുണ്ട്. ഇപ്പോൾ സ്റ്റാർബക്സ് പോലത്തെ ഒരു മുകളിലത്തെ സാധനമുണ്ട്, ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടെ ഉണ്ട്. പക്ഷെ അതുപോലെ ഒരു ഭയങ്കര ചായയുടെ സാധനമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾക്ക് നോക്കുന്നത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ തനിമ പോവാതിരിക്കാനാണ് ആരും എന്താ പറയുക, ഇപ്പം നിങ്ങൾ ഒരു ബ്രാൻഡ് വരുമ്പോൾ ആർക്കും ബെഞ്ചും ഡെസ്ക്കും ഒന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. എന്താ പറയുക, അങ്ങനത്തെ സ്ഥലത്ത് ചായ കുടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇതല്ല. പിന്നെ ചായ ആസ്വദിക്കണമല്ലോ. നേരത്തെ സർ പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇത് കുടിച്ചിട്ട് ഫസ്റ്റ് സിപ്പ് തന്നെ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഒരു ഹൈ 50,000 ചായ അല്ലെങ്കിൽ 1 lakhൻ്റെ ചായ കുടിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലേ അത് തീർത്തേ നിങ്ങൾ പോവുള്ളൂ. നേരത്തെ 10 ഉറുപ്പ്യൻ്റെ ചായ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താം. എന്നിട്ട് ഓനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിച്ചു വേണോ, പൊടിച്ചു വേണോ, മറിച്ച് വേണോ, തിരിച്ചു വേണോ, പാല് വേണോ, പാല് കൂട്ടിയത് വേണോ, വെള്ളം കൂട്ടിയത് വേണോ, വെള്ളം കുറച്ച് വേണോ, ഇതൊക്കെ പറയാം. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇതൊരു കംഫർട്ട് ഫുഡ് പോലെയാണ് ചായനെ കാണുന്നത്. കോഫീനെ നമ്മൾ കുറച്ചും കൂടി കോഫി മോശം എന്നല്ല, ഭാര്യയും ഭർത്താവും രണ്ടുണ്ടെങ്കിലേ നടക്കുള്ളൂ, ഒന്ന് മാത്രമായിട്ട് നടക്കില്ല. ചായൻ്റെ കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യാം ഒരിക്കലും. അവർ ബിഗസ്റ്റ് കോഫി കൾട്ടിവേറ്റർ എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ കോഫി ചായയും രണ്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ എൻ്റെ കടയുടെ പേര് ചായക്കട എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ചായ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ ചായ നമ്മുടെ നൊസ്റ്റാൾജിയ, ചായ ആസ് എ സ്റ്റോറി. ചായക്കൊരിതുണ്ട്, കോഫിക്ക് എനിക്ക് അറിയില്ല. ചില ഒരു പക്ഷേ നമ്മൾ സ്പെയിനിലോ ഇംഗ്ലണ്ടിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാപ്പീനെ പറ്റിയിട്ടേക്ക് പറയാം. നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, കാപ്പി കുടിച്ചോ ചായ കുടിച്ചോ എന്നൊക്കെ കേട്ടിട്ടാണല്ലോ നമ്മൾ വളർന്നത്. അപ്പം ചായനെ ആ ലെവലിലേക്ക് എത്തിക്കാൻ ഭയങ്കര ചാലഞ്ചസ് ഉണ്ട്. അപ്പം നമുക്ക് പേടിയുണ്ട്, കംഫർട്ട് സോണിന് പുറത്ത് പോകാനും പേടിയുണ്ട്. കാരണം ചായ നമ്മൾ ഇപ്പം എന്താ പറയുക, 50 ഉറുപ്പ്യൻ്റെ ചായ ആയാൽ തന്നെ ആൾക്കാർക്ക് പേടി. 50 ഉറുപ്പ്യക്ക് ചായയോ? നിങ്ങൾ എയർപോർട്ടിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും 140 ഉറുപ്പ്യൻ്റെ ചായ, 100 ഉറുപ്പ്യൻ്റെ ചായ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാകുമ്പോൾ എപ്പോഴും 15 ഉറുപ്പ്യ 20 ഉറുപ്പ്യ ആ ലെവലിൽ ഇങ്ങനെ പോകും. നിങ്ങൾ കോഫി കുടിക്കാറുണ്ടോ? ഞാൻ കോഫി കുടിക്കും. മാം കുടിക്കുമല്ലേ? തീർച്ചയായിട്ടും. ഫിൽറ്റർ കോഫി ആണ് എൻ്റെ ഫേവറേറ്റ്. അതിൻ്റെ ഇതിൽ ഓക്കെ. ജ്യൂസ് മാത്രം വിൽക്കണ കടക്കാരനും ഞാൻ പണ്ടങ്ങനെ എഴുതിയിരുന്നു, ജ്യൂസ് മാത്രം വിൽക്കണ കടക്കാരനും ഒരു 3 മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കണം. അതെ, സ്വാഭാവികം. അല്ല, സാറ് പറഞ്ഞതിനോട് ഞാൻ ആഡ് ചെയ്യാണ്. കാപ്പി പറഞ്ഞ പോലെ റിച്ച് മാൻസ് ഡ്രിങ്ക് ആണ്. ചായ എല്ലാവർക്കും കുടിക്കാം, അതാണ് ചായയുടെ ഇത്. പിന്നെ കൺസംഷൻ നോക്കുമ്പോഴേ നമ്മളിവിടുത്തെ ഇതാണല്ലോ പറയണത്,
ഇന്ത്യയിലല്ല ഏറ്റവും കൂടുതൽ ചായ കൺസ്യൂം ചെയ്യപ്പെടുന്നത്. അത് തേയില വളരാത്ത ടർക്കി, അതേപോലെ അയർലൻഡ് പോലത്തെ രാജ്യങ്ങളിലാണ്. അവർക്ക് നമ്മളെക്കാളും ചായയോട് പ്രിയമാണ്. റഷ്യയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അവർക്ക് ചായ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ചായയ്ക്ക് വിദേശ രാജ്യങ്ങളിലുള്ള സ്വീകാര്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അതൊരു എന്താ പറയുക, സാധാരണക്കാരുടെ മാത്രം ഡ്രിങ്ക് എന്നൊന്നും പറയാനില്ല. അതിലും വ്യത്യാസങ്ങളും മാറ്റങ്ങളും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കർഷകരുടെ കാര്യം ചോദിച്ചുവല്ലോ. കർഷകനെ സംബന്ധിച്ച് ചായേൻ്റെ സ്വാദോ കാപ്പിയുടെ സ്വാദോ ഇതൊന്നുമല്ല. എനിക്ക് ഏതെന്നാണ് ലാഭം. ഞാൻ ഗൂഡല്ലൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഗൂഡല്ലൂർ ഒരു കാലത്ത് കാപ്പി മാത്രം കൃഷി ചെയ്തിരുന്നൊരു സ്ഥലമാണ്. കാപ്പിക്ക് ഒരു വിലത്തകർച്ച വന്നപ്പോൾ കർഷകർ എന്ത് ചെയ്തു? മുഴുവനും പറിച്ചു കളഞ്ഞ് ചായ നട്ടു. അന്ന് ചായക്ക് നല്ല വിലയാണ്. അങ്ങനെ ചായയിൽ, കാരണം ഈ ചായയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് നിത്യ വരുമാനമാണ്. കർഷകനെ സംബന്ധിച്ച് എന്നും ഇല നുള്ളിന് കൊടുക്കും. കാപ്പി വർഷത്തിലാണ് അവർക്കൊരു വരുമാനം. അതൊരു നല്ല എമൗണ്ട് അവർക്ക് കിട്ടണം. അങ്ങനെ എല്ലാവരും നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ ചായക്ക് വില കുറയാൻ തുടങ്ങി. അപ്പോൾ ഇവർ ചിന്തിക്കാൻ തുടങ്ങി ഇത് പറിച്ച് കളഞ്ഞാലോ എന്നുള്ളത്. ഇന്നും ആ ട്രെൻഡ് ഉണ്ട്. പക്ഷേ ഇന്ന് കർഷകരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു മാറ്റം എന്താ വെച്ചാൽ ഈ മുഴുവൻ പറിച്ച് കളയുന്ന രീതി കർഷകർക്കില്ല. അവർ മിക്സഡ് ക്രോപ്പിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് ഒരു 10 തേയിലച്ചെടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം പറിച്ചൊരു കാപ്പി നടും. അതായത് ഒരു ക്രോപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. 1 ഏക്കർ ഭൂമിയിൽ മിനിമം ഒരു 4 ക്രോപ്പെങ്കിലും ഞങ്ങൾക്ക് വേണം. അത് ചായ ആയാലും വേണ്ടില്ല, കാപ്പി ആയാലും വേണ്ടില്ല, ഇഞ്ചി ആയാലും വേണ്ടില്ല. സോ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ലാഭം, അത് നമ്മളൊരു വൻകിട കമ്പനീൻ്റെ ലാഭമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രോഫിറ്റ് റേഞ്ച് അത്ര തന്നെ ഉണ്ടാവും. ഒരു ചായ കുടി എന്നുള്ളത് നിസ്സാരമല്ല. ചായ കുടിക്ക് വേണ്ടി ഇത്രയും കഥകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം 4 ലക്ഷം രൂപയുടെ ചായ കുടിക്കണമെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഓഡിയൻസിന് ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങളുള്ളവർക്ക് കൈ ഉയർത്താവുന്നതാണ്. ചോദ്യങ്ങൾ ചുരുക്കി ചോദിക്കാൻ ശ്രദ്ധിക്കുക. അല്ല, എനിക്ക് ചോദ്യം ചോദിക്കാവോ? ഫെസ്റ്റിവൽ ചെയർമാനോട് ചോദിച്ചതാ. ഞാനൊരു 4:40 പേർക്ക് ആലോചിക്കായിരുന്നു ഞാനെന്തിനാണ് ചെയർമാനെ നിൽക്കുന്നത്. കാരണം ചായയെക്കുറിച്ച് മാത്രമാണ് പറച്ചത്. രാമമോഹനാണ് ആദ്യം കാപ്പിയെക്കുറിച്ചൊന്ന് ചോദിച്ചത്. ഒരു കാര്യം ഞാൻ പറയാം. സി, ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് മാർക്കറ്റിംഗ് ഗ്രിമിക്സ്. ബേസിക്കലി all this contains lot of chemicals when we cultivate. The thing is that ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർഗാനിക് എന്ന് പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഓർഗാനിക് അല്ല. ഇതിൽ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് നമ്മൾ വൈന് പല ടൈപ്പ് വൈന് പറയും. ഇപ്പോൾ കോഫിക്കും ടീക്കും അതുപോലെ തന്നെ connoisseurs of coffee and tea, there are varieties of teas and coffee. It's a process. ഇപ്പോൾ ചായ തന്നെ ഫസ്റ്റ് ആദ്യത്തെ ഏറ്റവും പറിക്കുന്നതാണ് പറഞ്ഞ പോലെ 50,000 മുതൽ 4 ലക്ഷം രൂപ വരിക. ഡാർജിലിംഗ് പോലത്തെ ഹയർ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിലാണ്. കോഫി ഇതേപോലെ തന്നെ ബേസിക്കലി 2 വെറൈറ്റീസ്, അറബിക് ആൻഡ് റോബസ്റ്റ. അതിൻ്റെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കുറേ കൂടി നന്നാവുക. സോ ദർ ആർ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. ഇപ്പോൾ ഫെർമെൻറ്റേഷൻ ഉണ്ട് കോഫിയിൽ. ടീയിലായാലും തന്നെ ചൈനീസിൻ്റെ ചില ഗ്രാമീണ രീതികളുണ്ട്. ഹൗ ദേ ഡ്രൈ ദി ടീ, എങ്ങനെ പറിക്കുന്നു, എങ്ങനെ ഡ്രൈ ചെയ്യുന്നു, ഇതിനനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് മാറുക. കുറേയൊക്കെ തന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് ട്രിക്കിൻ്റെ പുറകിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പ്രോബയോട്ടിക് കംബൂച്ച എന്ന് പറയുന്നത്, ദർ ആർ ലോട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഷുഗർ വിത്ത് ഓൾസോ ഉണ്ടാണ്. സോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഷുഗർ പേഷ്യൻസ്. ഇപ്പം ഞാൻ 33 കിലോ കുറച്ച ആളാണ്. ഞാനത് ഗ്രീൻ ടീ കുടിച്ചിട്ടുമല്ല, കമ്പൂച്ച കുടിച്ചിട്ടുമല്ല, പ്രോപ്പർ ഡയറ്റ് കൊണ്ടാണ്, പ്രോപ്പർ എക്സസൈസ് കൊണ്ടാണ്. ഫ്രം 105 to I came to 72 kgs. Not using any of these things. So my request is that ഒരു നമ്മൾ സംഗതി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ എത്തിപ്പെടാതെ നോക്കുക. ഈ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്ന നല്ല സമ്പ്രദായങ്ങളുള്ള സ്ഥലത്തു നിന്നുള്ള പ്രോഡക്റ്റ്സ് വാങ്ങുക. ഡോണ്ട് ഗോ ആഫ്റ്റർ ഓൾ ദിസ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഈ തരത്തിലുള്ള പല രീതിയിലുള്ള മാർക്കറ്റിംഗ് അതിൽ പോകണ്ട. ചൂസ് ദ റൈറ്റ് പ്രോഡക്റ്റ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ടീ പ്രോസസ്സിങ്? ഇപ്പോൾ മാസമായിട്ട് ചെയ്യുന്ന ഒന്നുണ്ട്, ഡസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരുമിച്ച് പറിക്കുന്നു, ഡ്രൈ ചെയ്യുന്നു, പൊടിക്കുന്നു, CTC ആയി പോകുന്നു, ലീഫ് വെറൈറ്റി പോകുന്നു. ബട്ട് ടെൽ us what is the right way of approaching? സർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിൻ്റെ പിന്നാലെ പോവാതെ കറക്റ്റ് വൺ ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേഴ്സൺ സ്പെസിഫിക് ആണ്. ഇപ്പം എനിക്ക് ആവശ്യമുള്ള സ്ട്രോങ് ചായയാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചൂസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ ഈ കമ്പൂച്ച പോലത്തെ ഇത്തരത്തിലുള്ള ഡ്രിങ്കുകളെ നമ്മൾ അടിച്ചാക്ഷേപിക്കേണ്ടതായിട്ടും വരുന്നില്ല. കാരണം അതും ആവശ്യമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്.
ഗ്രീൻ ടീ പോലത്തെ സാധനങ്ങൾ കുടിച്ചിട്ട് മെച്ചമുള്ളത് കൊണ്ടാണല്ലോ, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എന്നോ ആ പരസ്യക്കാർ നിർത്തിയിട്ടുണ്ടാവുമല്ലോ. കാരണം എന്തായാലും ആളുകൾ അതിനെതിരെ ശബ്ദം ഉയർത്തും. മോഡറേഷൻ ഇസ് ദ കീ. എന്താണോ ലിമിറ്റ് അതറിഞ്ഞ് ചായ ആയാലും കാപ്പി ആയാലും നമ്മൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ പുള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ കെമിക്കൽസ് അങ്ങനെ നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും ഇതൊക്കെ ഉണ്ട്, നമുക്ക് നന്നായിട്ട് അറിയാം. അത് ചായയിലും ഉണ്ട്, കാപ്പിയിലും ഉണ്ട്. പക്ഷേ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള മാത്രം കെമിക്കൽസ് ഒന്നും ചായയിലും കാപ്പിയിലും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പ്രൊഡക്റ്റ് അത് നമ്മൾ പലപ്പോഴും ലാഭം മാത്രം നോക്കാതെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അത് വ്യവസായത്തിനെയും അതിൽ പങ്കാളികളാവുന്ന കർഷകരെയും ഒക്കെയാണ് നമ്മൾ സഹായിക്കുന്നത്. നമ്മുടെ ആരോഗ്യം നന്നാവുന്നതോടൊപ്പം അതും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു സൽക്കർമ്മം കൂടിയാണ് അതിലൂടെ ചെയ്യുന്നത്. ഹലോ, എൻ്റെ പേര് രഘു എന്നാണ്. മാഡം, നിങ്ങൾ രണ്ടുപേരുടെ ഒരു ചോദ്യം ചോദിക്കാനാണ്. അതായത് നമ്മളിപ്പം ചായ എന്നിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, എനിക്കൊന്ന് പൊതുവേ പാൽ ചായയെ പറ്റിയായിരിക്കും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചായ എന്ന് പറയുന്നത് വെറും പാൽ ചേർക്കാതെ സാധാരണ ഉള്ള ചായ ഉപയോഗിക്കുന്നതും ഈ പറയുന്ന പാല് ചേർക്കുന്നു, അല്ലെങ്കിൽ ലൈം ചേർക്കുന്നു, മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ 2 ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർക്കുന്നത് നല്ലതൊരു രീതിയാണോ? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു ചോദ്യം വെച്ചാൽ, നമ്മളിപ്പോൾ ഓരോ വീടുകളിലും ഓരോ കമ്പനിക്കാരുടെ, ഇപ്പോൾ AVTക്കാരുടെ വാങ്ങിക്കുന്നുണ്ട്, കണ്ണൻ ദേവൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പം മാഡം പറഞ്ഞ എല്ലാം ഒരേ സ്ഥലത്തു നിന്ന് തന്നെയാണ് പലതും എടുക്കുന്നത്. അവരത് പ്രോസസ്സ് ചെയ്യുന്നതിന് വ്യത്യാസം. അതെന്തുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടം അങ്ങനെ? ഇപ്പം AVT വാങ്ങുന്ന വീടുകളിൽ AVT മാത്രമാണ് എല്ലാ മാസവും വാങ്ങുന്നത്. കണ്ണൻ ദേവൻ ഇപ്പം ഇങ്ങനെ മാറിക്കഴിയുമ്പോൾ നമുക്കൊരു രുചി വ്യത്യാസവും എല്ലാം വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ആദ്യം എന്നാ പറഞ്ഞ രുചി വ്യത്യാസത്തിൻ്റെ കാര്യം പറയട്ടെ. ചായ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഓരോ സ്ഥലങ്ങളിൽ ഗ്രോ ചെയ്യുന്ന ചായയ്ക്ക് ഓരോ പ്രത്യേകതയാണ്. പരസ്യം തന്നെ കേട്ടിട്ടില്ലേ, ഉയരം കൂടും തോറും. സത്യമാണ്, ഉയരം കൂടും തോറും ചായയ്ക്ക് സ്വാദ് കൂടും, അതിലെ ഫ്ലേവർ കണ്ടൻറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഇപ്പം അസാം ചായ, ഞാൻ ഒരു ഉദാഹരണം പറയാം. അസാം ചായ എല്ലാവരും വലിയ പേര് പറയണം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചായ. അതൊരു ലോ എലിവേഷൻ, അവിടെ ഉയർന്ന സ്ഥലത്തല്ല, അസാം ഒരു ലോ എലിവേഷനാണ്. ആ ചായേൻ്റെ സ്ട്രെങ്ത്ത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ആ ചായ ഇഷ്ടാവുള്ളൂ. കുടിച്ച ശീലം, ഞാൻ എന്നും അത് കുടിച്ച ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ചായ എന്നെ കിട്ടണം. അതൊരു അഡിക്ഷൻ്റെ ഭാഗമാണ്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. ശീലം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മലയാളികൾക്ക്, ഏട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്, നമ്മൾ ട്രൈ ചെയ്യുന്നില്ല മറ്റൊന്നും. എന്താണോ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് ഞാൻ അത് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടീ ബോർഡിൽ ജോലിക്ക് വരുന്നതിന് മുന്നേ എൻ്റെ വീട്ടിൽ സ്ഥിരം താസ എന്ന് പറഞ്ഞൊരു ചായ ഉണ്ട്. ഇത് മാത്രമാണ് ഞാൻ കുടിച്ചത്. ജോലി കിട്ടി അസാമിൽ ട്രെയിനിങ്ങിന് പോയി, ഞാൻ അവിടുന്ന് കുറേ ചായ കൊണ്ടുവന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഒരൊറ്റയാൾക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം നമ്മുടെ നാവിൻ്റെ ചൊവ്വ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുടിച്ച് ശീലിച്ച ചായ. പതിയെ ഞാൻ ഓരോരോ പുതിയ ചായകൾ കൊണ്ടുവന്ന് ഇത് വീട്ടിൽ ട്രൈ ചെയ്തപ്പം ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നില്ല. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അത് നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് ചോദിച്ചിരുന്നത് എന്തായിരുന്നു വെച്ചാൽ, പാല് ചേർക്കുന്നത്. ചായ ഞാൻ പറഞ്ഞല്ലോ, മിൽക്ക് ടീ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി, ഞാൻ ഈ പറഞ്ഞ CTC ക്രഷ് ടിയർ കേൾ എന്ന് പറഞ്ഞ ഒരു ഡസ്റ്റ്, അതിനാണ് ശരിക്കും പറയുകയാണെങ്കിൽ പാൽ ചായയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ചായ ഉള്ളത്. ചായയിലൊരു കശപ്പുണ്ട്, ടാനിൻ എന്ന് പറഞ്ഞൊരു കോമ്പോണൻറ്റ് ചായയിലുള്ളതുകൊണ്ടാണ് നമുക്ക് ആ കശപ്പ് വരുന്നത്. സത്യത്തിൽ ഈ മിൽക്ക് ടീ നമ്മൾ ഇന്ത്യക്കാരൻ്റെ ഒരു കണ്ടെത്തലാണ്. ആ കശപ്പ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി പാലൊഴിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളത് കുടിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷേഴ്സ് അവരെന്നും ഈ ഓർത്തഡോക്സ് ചായ, അവരാണല്ലോ നമുക്കിതിവിടെ പ്രചരിപ്പിച്ച ആളുകൾ, അവർ ഈ ഓർത്തഡോക്സ് ചായ പാലൊഴിക്കാണ്ടാണ് അവർ കുടിക്കുന്നത്. അവരുടെ ടേസ്റ്റ് അതാണ് ഇന്നും. പക്ഷേ ഈ പാലൊഴിച്ച് കുടിക്കുന്നതുകൊണ്ട് യാതൊരു തകരാറുകളും ഉണ്ടെന്ന് ഇതുവരെ ഒരു പഠനങ്ങളും കാണിച്ചിട്ടില്ല. നമ്മുടെ സ്വാദാണ് അവിടെ പ്രധാനം. പിന്നെ ചായയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ കൂടെ ചേർന്ന് പോകും. ഈ പറഞ്ഞ പോലെ നമ്മൾ സുലൈമാനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പലതും അല്ലേ, മസാല ടീ, നിങ്ങളിപ്പം കാശ്മീരിക്ക് പോയാൽ കാവ എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുന്നു. ചായ എല്ലാത്തിനെയും അതിൻ്റെ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നു. മനുഷ്യനെ ചേർത്ത്, ഇന്ത്യ ടീ ബോൺസ് എന്നാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. എല്ലാം ചേർത്ത് കൊണ്ടുപോകും, അതാണ് ചായയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതൊന്നും ഒരു കേട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. FSSAIൻ്റെ പുതിയൊരു റെഗുലേഷൻ പ്രകാരം ടീ എന്ന വാക്ക് നിങ്ങൾ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കും. ഇപ്പം നിങ്ങൾ ഹെർബൽ ടീസ്, മുരിങ്ങ ടീ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ആ വാക്കുകളൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ചായച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ മാത്രമേ ഇനി ടീ എന്ന് പറഞ്ഞൊരു ലേബൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് വളരെ പ്രധാനമാണ്. കാരണം ടീക്കുള്ള ആ ഒരു പ്രചാരം മറ്റ് പലതിനും വേണ്ടി ഉപയോഗിക്കണമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊരു മാറ്റമാണ്. ലെമൺ ടീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ടീ ലീവ്സ് വിത്ത് അതിൽ ലെമൺ ആഡ് ചെയ്യപ്പെട്ടു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു എന്താ പറയുക, നമുക്ക് കേട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മൂഡ് കണ്ടപ്പോൾ കെമമിലിൻ ഫ്ലവേഴ്സാണ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ ആ കെമമിലിൻ്റെ എഫക്റ്റ് ടീൻ്റെ ബെനിഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുകയാണ്. ബ്ലൂ ടീ, ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ ചായയുടെ കൂടെ ആഡ് ചെയ്യപ്പെടുകയാണ്. ചായ എല്ലാത്തിനെയും ചേർത്ത് കൊണ്ടുപോകും.
എൻ്റെ പേര് ഉമേഷ് എന്നാണ്. ഞാൻ ചെർപ്പശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ സാധാരണ ഈ ഇലച്ചായയും പൊടിച്ചായയും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണ്? കാരണം നമ്മൾ കുടിക്കുമ്പോൾ തന്നെ ആ ഒരു കൂടുതൽ തിളപ്പിക്കുക, ഇല കൂടുതൽ തിളപ്പിക്കണം എന്ന് പറയും, പൊടി കുറച്ച് മതി എന്ന് പറയും. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ഏതാണ് നമ്മൾ സാധാരണ ഒരു ഹൗസ് ഹോൾഡ് യൂസിന് ഏതാണ് നല്ലത്? നമ്മൾ വീട്ടിൽ പാൽ ചായയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡസ്റ്റാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അതിൽ പെട്ടെന്ന് തന്നെ ലിക്കർ പുറത്തേക്ക് വരും. ഇലച്ചായ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അവിടെ കടുപ്പമല്ല അവിടുത്തെ കാര്യം, ഫ്ലേവറാണ്. അത് കട്ടൻ ചായക്കാണ് ഏറ്റവും നല്ലത്. കാരണം ഓർത്തഡോക്സ് ചായ പൊതുവേ നമ്മൾ പാലൊഴിച്ച് കുടിക്കാൻ പറയാറില്ല. CTC ചായയാണ് നമ്മൾ പാൽ ചായക്കായിട്ട് പറയുന്നത്. CTC ചായയാണ്. ഇത് ഉണ്ടാക്കുന്നതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതി ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്കൽ വശത്തിൽ പറയാം. ഇലച്ചായ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ശരിക്കുള്ള വഴി എങ്ങനെയാണ്? നല്ല തിളച്ച വെള്ളം, 100 ഡിഗ്രി തിളച്ച വെള്ളം നമ്മൾ പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയിലേക്ക് ഒഴിക്കുകയാണ്. 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മളിത് അടച്ചു വെക്കണം. അതിനെയാണ് ബ്രൂയിങ് ടൈം എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. ഈ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറത്തേക്ക് വരേണ്ടതായിട്ടുള്ള എല്ലാം പുറത്തേക്ക് വരുന്നു. ഇതിന് അരിക്കണു, അതിലേക്ക് പാല് ചേർക്കണം. നമ്മൾ ഉണ്ടാക്കാറ് ഇങ്ങനെയല്ല. ഈ പറഞ്ഞാൽ ഞാനടക്കം ചായ ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല. നമ്മൾ പാല് തിളപ്പിക്കണം. പക്ഷേ ഇതാണ് അതിൻ്റെ യഥാർത്ഥ രീതി. ചായ അടച്ചു വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് വോളറ്റൈൽസ്, ആവിയായി പോണ കോമ്പോണൻസ് ഉണ്ട്. ഇത് അടച്ചു വെച്ചില്ലേ ഇതൊക്കെ പുറത്തേക്ക് പോയി. അപ്പോൾ ആ ഗുണങ്ങൾ, അതിൻ്റെ മണവും അരോമയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം ചായ ഉണ്ടാക്കുന്ന രീതി സാറ് പറഞ്ഞ പോലെ വെള്ളം ഇട്ട് തിളപ്പിച്ച് ഒരിക്കൽ തിളപ്പിച്ച് പിന്നെയും തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലുണ്ടാകുന്ന ചായക്ക് സ്വാദ് ഉണ്ടാവില്ല. അപ്പം ചായ ഉണ്ടാക്കുന്ന രീതിയും ചായൻ്റെ സ്വാദിനെ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഏട്ടൻ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞാൽ മിൽക്ക് ടീ ആണെങ്കിൽ നമ്മൾ എപ്പോഴും CTC ഈസ് ദ ബെസ്റ്റ്. ഈ കട്ടൻ ചായയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കട്ടൻ ചായയുടെ ഫേവറേറ്റ് ഇതാണ്. അതായത് മാഡം പറഞ്ഞ പോലെ ഈ പുറത്തുള്ള രാജ്യത്ത് പോയാൽ ടർക്കി ലാർജസ്റ്റ് ടീ കൺസ്യൂമിങ് ആണ്. അവിടെ എല്ലാ ചെറിയ തട്ടുകടയിൽ പോയാൽ തന്നെ CAY ചായ എന്ന് അവർ പറയാം, CAY എന്ന് പറയും. അപ്പോൾ ഞാൻ അവിടെ പോയി ട്രൈ ചെയ്തപ്പം ശരിക്കുള്ള ചായ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഇംഗ്ലീഷുകാരെ പിന്നാലെ പോയോണ്ടാണല്ലോ ഈ പാലൊക്കെ കൂട്ടേണ്ടി വന്നത്. അത് അവിടെ നിർത്തിയിട്ട് നല്ല കട്ടൻ ചായ, അതായത് ഒരു 2 grams ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തിട്ട്, ഈ വൈറ്റ് ഷുഗറാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ 8-10 ചായ കുടിക്കുമ്പോൾ ആ വില്ലെന്ന് പറഞ്ഞാൽ ആ വൈറ്റ് ഷുഗറാണ്. നേരെ മറിച്ച് അതിൻ്റെ ഒരു ശർക്കര അല്ല, ജാഗരി ഇല്ല നമ്മൾ പണ്ടൊക്കെ നമ്മൾ കൊടുക്കുന്നത്, അത് നിങ്ങൾ ഒരു നുള്ളു ഉപയോഗിച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ 25 ചായ കുടിച്ചാലും ഒന്നും ആവില്ല. ഈ വൈറ്റ് ഷുഗറിൻ്റെ ഒരു വില്ലൻ നിങ്ങൾക്കറിയാമല്ലോ. വൈറ്റ് ഷുഗർ ഈസ് അഗെയിൻ എ പ്രോസസ്ഡ് ഷുഗർ. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നല്ല കട്ടൻ ചായ എന്ന് പറയുന്നത് നല്ല ചൂടുവെള്ളത്തിൽ ഒരു ചെറിയ ഒരു പിഞ്ച് ഓഫ് ഈ ചായപ്പൊടി ഏതും ആയിക്കോട്ടെ, AVT ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഈ മായം ചേർന്ന സാധനം അല്ലാത്ത ഏതും ആയിക്കോട്ടെ, അതിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു പിടി ശർക്കര നിങ്ങൾ ഇട്ടാൽ ചായ വിൽ ബി എ സേഫ് തിങ്. അത് നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. നമുക്ക് ചായ കുടിക്കാനായി നിർത്താം. നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് കരുതുന്ന മലയാളി സമൂഹത്തിൻ്റെ ശബ്ദം തന്നെയായിരുന്നു ഒരു ചായ കുടിച്ചാലോ എന്ന് ഇവിടെ നടന്ന സെഷൻ. ഇത്രയും മനോഹരമായി സംവദിച്ച നമ്മുടെ മോഡറേറ്റേഴ്സിനും സ്പീക്കേഴ്സിനും സ്നേഹോപഹാരം നൽകുന്നതിനായി മാനേജിംഗ് ഡയറക്ടർ തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് മിസ്റ്റർ രാജ RKS ക്ഷണിക്കുന്നു. ആദ്യമായി ശ്രീ റാം മോഹൻ പലിയത്തിന് നൽകുന്നു. ശ്രീമതി അഞ്ജലി K.